ബാബിലോണിയയിൽ തുടങ്ങി റോമ സാമ്രാജ്യവും ഈജിപ്തും കടന്ന് ഹിറ്റ്ലറുടെ ജർമ്മനിയിലൂടെ തുടർന്ന പലായനങ്ങളുടെ കഥയാണ് ജൂത ജനതയ്ക്ക്. തകർക്കപ്പെട്ട ദേവാലയങ്ങളും പരദേശ ഭൂമികയിലെ യഹോവയുടെ കൂടാരങ്ങളുടെ നീറും നോവുമാണ് ജൂത ആത്മീയതയുടെ അടിസ്ഥാനം. ഈ പരദേശവാസത്തിലാണ് വരാനിരിക്കുന്ന മിശിഹായ്ക്കായുള്ള ജൂത കാത്തിരിപ്പും ജൂത സ്വത്വത്തിനെ കുറിച്ച് ഇന്ന് നാം അറിയുന്ന എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും. എന്നാൽ പലായനം അവസാനിപ്പിച്ച് ഒരു സ്ഥിരം സ്ഥലത്ത് ഒരു ദേശരാഷ്ട്രമാകാൻ പാശ്ചാത്യ ലോകത്തിന്റെ പിന്തുണയോടെ ജൂതർ തീരുമാനിക്കുന്നത് അവർ ചരിത്രത്തിൽ അനുഭവിച്ച പലായനം പലസ്തീനികളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടായിരുന്നു. നീതിമാനായ യഹോവയല്ലാതെ മറ്റു ദൈവങ്ങളെ വിഗ്രഹവൽക്കരിച്ചതുകൊണ്ടാണ് ചരിത്രത്തിലെ പലായനങ്ങൾ ജൂതർ അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ ഇന്ന് പലസ്തീനികളുടെ ഭൂമിയെ തട്ടിയെടുത്ത് അത് യഹോവയ്ക്ക് പകരം വിഗ്രഹവൽക്കരിക്കുകയാണ് സയനിസ്റ്റുകൾ ചെയ്തത്. പരദേശികളുടെ മോക്ഷയാത്രയിൽ നിന്ന് ഒരു പിടിച്ചുപറിക്കാരന്റെ തീരാത്ത അധികാര ഗർവിലേക്ക് ഇസ്രായേൽ നീങ്ങി. പലസ്തീനിലെ ഒലിവു മരങ്ങൾ പോരാതെ ഇപ്പോൾ ലെബനോനിലെ ദേവദാരുക്കളിലാണ് ദൈവമക്കളുടെ കണ്ണ്. അച്ഛൻ, ഞാൻ ബൈബിൾ ഒന്നും പഠിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നാണ് കുറെ ഓഡിയൻസ് പറയുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ജൂത പലായനങ്ങളിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന പഴയ നിയമത്തിലെ നീതിമാനായ യഹോവ ഇപ്പോഴും ഇസ്രായേൽ മക്കളുടെ കൂടെ ഉണ്ടോ? അപ്പോ ഇസ്രായേലിനെ ഇങ്ങനെ അന്ധമായി പിന്തുണയ്ക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? ഇസ്രായേലിനെ ക്രിസ്ത്യാനിയാണ് എങ്കിൽ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് അതൊരു ടച്ചിങ് സ്റ്റോൺ ആയിട്ട് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ പരിശോധിക്കുക. അവിടെയാണ് പുതിയ ഇസ്രായേൽ എന്നുള്ള ഒരു ധാരണ ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ടത്. അതിൽ ചില ആളുകൾ ഇപ്പൊ ഇന്നിപ്പോ വന്ന എന്റെ അച്ഛന്മാർ തന്നെ പറഞ്ഞു, യേശുവിനെ ക്രൂശിച്ച ആളുകളാണെന്നുള്ള ബോധമെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാവണ്ടേ? അത് വേണ്ട, ഇവിടെ പക്ഷേ ക്രിസ്തു എന്താണ് ചെയ്തത് അതെങ്കിലും കാണാനും വിലയിരുത്താനും അംഗീകരിക്കാനും ക്രിസ്ത്യാനിക്ക് സാധിക്കും. ക്രിസ്തു പറഞ്ഞത് ഒരു ഏകപക്ഷീയമായ അപ്രമാദിത്വ മത രാഷ്ട്രീയ ശൈലിക്കപ്പുറത്ത് സാർവലൗകികവും ദൈവബന്ധത്തിലും മനുഷ്യ പങ്കാളിത്തലുമുള്ള ഒരു സമൂഹമായിരിക്കണം യേശുവിന്റെ മതം അല്ലെങ്കിൽ യേശുവിന്റെ ജനം. അതല്ല ഇന്നിപ്പോൾ ഉള്ളത്. ഇത് മനസ്സിലാക്കാൻ അതിനാണ് ഈ കാലഗതിയിൽ വന്നിട്ടുള്ള ഒരു പുതിയ നാമം, പുതിയ ഇസ്രായേൽ. പഴയത് കഴിഞ്ഞുപോയി. അത് സെന്റ് പോളൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നു, പഴയത് കഴിഞ്ഞുപോയി. ആ കഴിഞ്ഞു പോയതിനെ ഇപ്പോഴും ഉയർത്തിപ്പിടിച്ച് ഗ്ലോറിഫൈ ചെയ്യുന്നത് വാസ്തവത്തിൽ ക്രിസ്തുവിനോടുള്ള നിഷേധമാണ്. അദ്ദേഹം എന്തിനൊക്കെ വേണ്ടി നിലനിന്നുവോ അതിനെയെല്ലാം നിഷേധിക്കുന്നതാണ്. പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 2-3 വീഡിയോകളിലൂടെ നമ്മൾ ശ്രീമതി സുനിതയും നമ്മുടെ ബഹുമാനായ മിൽത്തിയോസ് മെത്രാനും ഒരുമിച്ച് നടത്തിയ ആ ചർച്ചയുടെ മറുപടി എന്നോണം ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. അതായത് അവരുടെ സംസാരത്തിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇസ്രായേൽ, പലസ്തീൻ മുതലായ വിഷയങ്ങളായിരുന്നു അവർ ചർച്ച ചെയ്തത്. അതിൽ ഈ ചർച്ചയിൽ ബൈബിളിനെ അവർ കൂട്ടുപിടിച്ച് ബൈബിൾ എന്തു പറയുന്നു ഈ കാര്യത്തിൽ എന്നൊക്കെ സഹോദരി ചോദിച്ചു. അപ്പോൾ ബൈബിളിൽ നിന്ന് പല തെറ്റായ വിവരണങ്ങളുമാണ് ബഹുമാനപ്പെട്ട മെത്രാൻ സഹോദരിക്ക് കൊടുത്തത്. അതിൻ്റെ ശരിയായ വശങ്ങളാണ് നമ്മൾ വിശുദ്ധ ബൈബിളിനെ തുറന്നു വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിച്ചത്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പൊതുവായ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അടുത്ത ആഴ്ച വന്നപ്പോൾ ഇവരുടെ വീഡിയോയുടെ തംബ്നെയിലിൽ പ്രധാനപ്പെട്ട ഹെഡിങ്ങിൽ കൊടുത്തത് വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് ഒരു മിത്താണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള നിലയിലായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ മറുപടി പറയുകയായിരുന്നു. വാഗ്ദത്ത ഭൂമിയുണ്ട്, അത് അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും അവകാശപ്പെട്ടതാണ്. അതായത് അബ്രഹാമിൻ്റെ സന്തതിക്കുള്ളതാണ്, അത് ഇസഹാക്കിൻ്റെ സന്തതിക്കുള്ളതാണ്, അത് യാക്കോബിൻ്റെ സന്തതിക്കുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനടുത്ത ആഴ്ചയിൽ നമ്മൾ ഇസ്രായേലിന് കൊടുക്കുമെന്ന് പറയുന്ന ആ വാഗ്ദത്ത ദേശത്തിൻ്റെ അതിരും അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. അതുപോലെ തന്നെ ആ ദേശം ഇസ്രായേലിന് എന്ത് കാരണത്താലാണ് കൊടുക്കുന്നത്, അവിടെ പാർത്തുകൊണ്ടിരുന്ന മനുഷ്യരെ എന്തുകൊണ്ട് അവിടെ നിന്ന് മാറ്റി എന്ന കാര്യങ്ങളൊക്കെ ബൈബിളിലെ ലേവ്യ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു.
അവിടെ ഉണ്ടായിരുന്ന ജനത്തെ അവിടെ നിന്ന് മാറ്റിയതിൻ്റെ പിന്നിലുള്ള കാര്യം അവരുടെ അകൃത്യ നിമിത്തമാണ് അവരെ ആ ദേശത്ത് നിന്ന് മാറ്റിയത്. അവർ ദൈവത്തെ കോപിപ്പിക്കുമാറുള്ള പ്രവൃത്തികളാണ് ചെയ്തത്. അതായത് അവരുടെ ദേവീദേവന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ തീക്കകത്ത് ഇട്ടുകൊണ്ട്, അതിന് ചില പ്രൊസീജിയറുകളുണ്ട്, ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ സൃഷ്ടാവായ ദൈവത്തിന് കോപകാരണമായി തീരുകയാണ്. അങ്ങനെയാണ് അവരെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് ഇസ്രായേലിന് ആ ദേശം കൊടുക്കുമെന്ന് പറയുന്നത്. അത് നാളുകൾക്ക് മുമ്പ് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും വാഗ്ദത്തം ചെയ്തതാണ്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അങ്ങനെ ഇസ്രായേൽ ഈ കനാൻ ദേശത്തേക്ക് കടന്നു വരികയും ആ കനാൻ ദേശത്ത് അവർ പാർപ്പുറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ദീർഘകാലം അവരവിടെ പാർത്തുകൊണ്ടിരുന്നു. അവരവിടെ പാർക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് അവരുടെ യാത്രാമധ്യേ തന്നെ അവരുടെ പ്രവാചകനായ മോശ വഴി അവരോട് സംസാരിച്ച കാര്യങ്ങൾ ബൈബിളിലെ ലേവ്യ പുസ്തകത്തിലും തുടർന്ന് ആവർത്തന പുസ്തകത്തിലും നമുക്ക് കാണാൻ കഴിയും. ഈ രണ്ട് പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അവർ ഒരു രാജ്യത്തിലേക്ക്, പ്രവാസത്തിലേക്ക് പോകുന്നതും, അഥവാ ബാബിലോണിലേക്ക്. അത് കഴിഞ്ഞ് പിന്നത്തേതിൽ അവർ ലോകം മുഴുവനും പല രാഷ്ട്രങ്ങളിലേക്കും ചിതറിപ്പോകുന്ന കാര്യം. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. എങ്കിലും അതിനിടയിൽ പിന്നത്തേതിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനാകുന്ന ആ കാലം, അതായത് BC 4 മുതലുള്ള ആ ഒരു സമയം നമ്മൾ എടുത്താൽ, പിന്നീട് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം AD 1 മുതലുള്ള ചരിത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഏകദേശം AD 30 യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും അതുപോലെ ക്രിസ്തീയ സഭ ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നത്. അതും കഴിഞ്ഞൊരു 40 വർഷം കഴിഞ്ഞ് ഇസ്രായേൽ ലോകം മുഴുവനും ചിതറിപ്പോകുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് ലോകത്തിൻ്റെ ഭരണാധികാരി എന്ന് പറയുന്ന റോമൻ കൈസറാണ്. റോമൻ കൈസറിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും ഒക്കെ ക്രിസ്ത്യാനികൾക്ക് പീഡനങ്ങളേറ്റ ഒരു തുടക്ക സമയമുണ്ട്. അത് കഴിഞ്ഞ് റോം പിന്നത്തേതിൽ യഹൂദന്മാരെ തന്നെ പീഡിപ്പിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ആ പീഡനത്തിൻ്റെ മൂർധന്യത്തിലാണ് അവർ ലോകം മുഴുവനും ചിതറിപ്പോയതായിട്ട് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത്. അങ്ങനെ അവർ ചിതറിപ്പോകുന്നതിനോടനുബന്ധിച്ച് ലേവ്യപുസ്തകം 26-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് ചില പരാമർശങ്ങളുണ്ട്. ലേവ്യപുസ്തകം 26 മാത്രമല്ല, ആവർത്തന പുസ്തകം 28-ാം അധ്യായവും. അപ്പോൾ അതിൽ ലേവ്യപുസ്തകം 26-ാം അധ്യായം ഒന്ന് തുറക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയും ഞാൻ നിങ്ങളോട് പറഞ്ഞു, സാധാരണ സംസാരിക്കുന്നത് പോലെ അങ്ങനെ സംസാരിച്ചു പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. ബൈബിൾ തുറന്ന് വാക്യങ്ങൾ വായിച്ച് അതിൻ്റെ പ്രൂഫ് നമ്മൾ അവതരിപ്പിക്കണമല്ലോ, തെളിവ് അവതരിപ്പിക്കണം. തെളിവ് അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ കാര്യത്തെ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. സഹോദരി സുനിത മെത്രാനോട് ചോദിക്കുന്നുണ്ട്, ബൈബിളിൽ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? പല കാര്യത്തെക്കുറിച്ചും ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ മറുപടി പറയുകയാണ്. ലേവ്യപുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൻ്റെ ഒടുവിൽ മുതൽ 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അവർ എനിക്ക്, അഥവാ ഇസ്രായേൽ എനിക്ക് വിരോധമായി നടന്നതുകൊണ്ട്, അതായത് തൻ്റെ പ്രമാണം അനുസരിക്കാതെ നടന്നതുകൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടന്നു. ഇസ്രായേലിനോട് വലിയവനായ ദൈവം വിരോധത്തിലേക്ക് വരുന്നു. ദൈവം അവർക്ക് വിരോധമാകുന്നു. എപ്പോഴാണ് അത് കുറച്ച് കാലം മുന്നോട്ട് പോകണം. അവർ വാഗ്ദത്ത ഭൂമിയിലെത്തി, അവിടെ രാജാക്കന്മാർ അവരെ ഭരിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോഴാണ് ദൈവകോപം അവരുടെ മേൽ വരുന്നതും. 1-ാമത്തെ പ്രവാസത്തിൽ അവർ പോയി, അവർ മടങ്ങി വന്നു. എന്നിട്ടും പല കാര്യങ്ങളും അവർ പഠിച്ചില്ല. അവരുടെ കപടഭക്തി നിമിത്തം 1-ാം പ്രവാസത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, വിഗ്രഹാരാധന ദൈവസന്നിധിയിൽ വലിയ കോപത്തിന് കാരണമായി. ഈ 2-ാമത്, അതായത് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ അവർ ചിതറിപ്പോകാൻ പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ പറയുകയായിരുന്നു, അവരുടെ കപടഭക്തി നിമിത്തം, ദൈവസന്നിധിയിൽ നേരുള്ള ഹൃദയമില്ലാത്തത് കൊണ്ട് കപടഭക്തി നിമിത്തം അവർക്ക് ചിതറിപ്പോകേണ്ടി വന്നു. പല കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു സമയത്തെക്കുറിച്ച് ഇവിടുത്തെ ആ വാക്ക് ഞാൻ പുറത്തെടുക്കുകയാണ്. ഒരുവനായ ദൈവം അവർക്ക് വിരോധമായി തീർന്നെന്ന്. ദൈവം അവർക്ക് വിരോധമായി തീർന്നു. അപ്പോൾ ഈ ഒരു ഭാഗം വായിക്കുന്ന ഒരാൾ, നമ്മുടെ സഹോദരി സുനിത ആയിക്കോട്ടെ, സുനിത ഇന്ന് ചേർന്ന് ഒട്ടി നിൽക്കുന്ന ആ മതത്തിലുള്ള ആളുകളൊക്കെ ഇത് വായിക്കുകയാണെങ്കിൽ അവരൊക്കെ കോരിത്തിരിക്കും. അവരുടെ ദൈവം തന്നെ അവർക്ക് വിരോധമായിരിക്കുന്നെന്ന്. അതിന് തക്കതായ ധാരാളം വാക്യങ്ങൾ പ്രവാചക പുസ്തകങ്ങളിലും അതിന് തക്കതായ വാക്യങ്ങളുണ്ട്. ഇത് അവർ വാഗ്ദത്ത ഭൂമിയിൽ എത്തുന്നതിന് മുമ്പുള്ള വാക്യമാണ്. ഞാൻ അവർക്ക് വിരോധമായി തീരുമെന്നുള്ള കാര്യം, വിരോധമായി തീരും. അങ്ങനെ പറഞ്ഞിട്ട് ചേർത്ത് പറയുകയാണ് 42-ാം വാക്യത്തിൽ. അങ്ങനെ പറഞ്ഞെന്നുള്ള സത്യമാണ്. പക്ഷേ അതിൻ്റെ ചേർത്ത് എന്താ പറയുന്നത്? ഞാൻ യാക്കോബിനോടുള്ള എൻ്റെ നിയമം ഓർക്കും, ഇസഹാക്കിനോടുള്ള എൻ്റെ നിയമവും അബ്രഹാമിനോടുള്ള എൻ്റെ നിയമവും ഞാൻ ഓർക്കും. അതായത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് മുതലായവരോടുള്ള വാഗ്ദത്തം, ഉടമ്പടി, നിയമം ഞാൻ ഓർക്കും. എന്നിട്ട് ദേശത്തെയും ഞാൻ ഓർക്കും. അവരെയും ഞാൻ ഓർക്കും, ദേശത്തെയും ഞാൻ ഓർക്കും. ഞാൻ ഓർത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്?
അവർ പോയി കഴിഞ്ഞാൽ ദേശം ശൂന്യമായി കിടന്ന് അതിൻ്റെ ശബത്തുകൾ അനുഭവിക്കുമെന്നൊക്കെയാണ് അവിടെ വായിക്കുന്നത്. അവർ ദേശം വിട്ട് പോയി കഴിയുമ്പോൾ ആ ഭൂമി അങ്ങനെ അവിടെ ശൂന്യമായി കിടക്കും. അതിനോടനുബന്ധിച്ച് 36-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. അതായത് ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്, അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കാതെ നടന്നു കഴിഞ്ഞാൽ ദൈവം അവർക്ക് വിരോധമായി തീരുമെന്നുള്ള കാര്യമാണ്. അത് ചരിത്രത്തിൽ സംഭവിച്ചു. അന്നേ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിരോധമായി തീർന്നവർ ലോകം മുഴുവനും ചിതറിപ്പോയാലും ഞാൻ അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ ഓർക്കും, ഞാൻ ദേശത്തെ ഓർക്കും, അവരെ ഞാൻ മടക്കി വരുത്തുമെന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അതിവിടെ എടുത്തെഴുതിയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു കാലാവസ്ഥയെക്കുറിച്ച് അവിടെ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും. ദൈവം മുഖം തിരിച്ചിരിക്കുകയായിരുന്നു ദീർഘവർഷങ്ങൾ, ഏതാണ്ട് 2000-നടുത്ത് വർഷം, 2000 അല്ലെങ്കിൽ പോലും അതിനടുത്തുള്ള ഒരു കാലഘട്ടം, ദീർഘമായ കാലഘട്ടം. ഒരുവനായ ദൈവം മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ പറയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും, ഇനി നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ 24-ാം വാക്യത്തിൻ്റെ പ്രത്യേകത നോക്കുക. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ആ വാക്യം വായിക്കുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? സുനിത തലകുത്തിന്ന് വായിച്ചാലും മനസ്സിലാകില്ല, പക്ഷേ മെത്രാനും മനസ്സിലാവാൻ സാധ്യത കുറവാണ്. നമുക്ക് മനസ്സിലാവും. നമുക്കെന്ത് മനസ്സിലായി? അവർ എവിടെ നിന്ന് പോയോ അവിടേക്ക് മടങ്ങി വരും. ആ ദേശത്തിൻ്റെ പ്രത്യേകത അവിടെ ഒരു വാക്കിൽ തന്നെയുണ്ട്, സ്വന്തം ദേശം. ദൈവത്തിൻ്റെ കോപം നിമിത്തം, ദൈവം അവർക്ക് വിരോധമായത് നിമിത്തം അവർ അന്യദേശത്ത് പ്രവാസികളെ പോലെ അഴലുകയും ഉഴലുകയും ചെയ്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു. അതിൻ്റെ വിശദീകരണമാണ് ആവർത്തനം 28. എന്നാൽ ഒരു സമയം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്ത് വരുത്തും. അതിനെക്കുറിച്ച് ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്. നമ്മളെല്ലാ വാക്യങ്ങളും എടുക്കുന്നില്ലേ പോലും അത് ഓർമ്മയിൽ നിന്നങ്ങ് പറയാണ്. ഞാൻ നിങ്ങളെ ഇങ്ങനെ മടക്കി വരുത്താൻ വേണ്ടി ആദ്യം മീൻപിടുത്തക്കാരെ അയക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിനോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ്. മീൻപിടുത്തക്കാരെ അയക്കും. അങ്ങനെ കുറച്ച് ആളുകളെ മടക്കി കൊണ്ടുവരും. രണ്ടാമത് വേട്ടക്കാരെ അയക്കും. അത് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്ന കാര്യമാണ്. വേട്ടക്കാരെ അയക്കും. അത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് അങ്ങനെ അവരെ മടക്കി വരുത്തുന്ന കാര്യം പറയുന്നത്. അപ്പം എസെക്കിയേൽ 36-ന്റെ 9-ാം വാക്യവും അതുപോലെ 24-ാം വാക്യത്തിലൂടെ നമ്മൾ കണ്ടത് അവരെ മടക്കി വരുത്തുന്ന കാര്യമാണ്. ദൈവം അവർക്ക് വിരോധമായിരുന്ന അവരെ ലോകം മുഴുവനും ചിതറിക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ട് ചിതറിച്ചു എന്നും അതിൻ്റെ കാര്യകാരണങ്ങൾ ഇതിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 19-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നത്, ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് അവർ ദേശങ്ങളിൽ ചിതറിപ്പോയി, അവരുടെ നടപ്പിനും പ്രവർത്തിക്കും തക്കവണ്ണം ഞാൻ അവരെ ന്യായം വിധിച്ചു. ഇസ്രായേലിനെ ന്യായം വിധിച്ച കാര്യമാണ് പറയുന്നത്. അവരുടെ നടപ്പിനും പ്രവർത്തിക്കും തക്കവണ്ണം. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി ഇതൊക്കെ കേൾക്കുമ്പോൾ നടുങ്ങിക്കൊള്ളണം. സുനിത തൻ്റെ ഇൻട്രഡക്ഷൻ പാർട്ടിൽ പൊതുവായി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ പലതും കൃത്യതയോടെയല്ല പറയുന്നത്. എങ്കിലും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്, നീതിമാനായ യഹോവയല്ലാതെ മറ്റു ദൈവങ്ങളെ അവർ വിഗ്രഹവൽക്കരിച്ചതുകൊണ്ട് അവർ ലോകം മുഴുവനും ചെതറിപ്പോയിന്ന്. അങ്ങനെ ചെതറിപ്പോയവർ മടങ്ങി വരുന്ന കാര്യം പെട്ടെന്നങ്ങ് പറയുകയാണ്. മടങ്ങി വരുന്ന കാര്യം എങ്ങനെയാണ് പറയുന്നത്? അങ്ങനെ മടങ്ങി വന്ന് ഇന്ന് പലസ്തീനികളുടെ ഭൂമി തട്ടിപ്പറിച്ചെടുത്തെന്ന്. ഞാനിന്ന് ഇതിനാണ് മറുപടി പറയുന്നത്. കാനഡയിൽ പ്രവാസത്തിലായിരിക്കുന്ന പ്രിയ സഹോദരി സുനിതയും സുനിതയെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു സമൂഹം. അവരെല്ലാം കേൾക്കുകയാണ് പറയുന്നത്, പലസ്തീൻ എന്ന് പറയുന്ന ഇന്ന് അറിയപ്പെടുന്ന ആ ദേശം ഇസ്രായേൽ ജനം വന്ന് തട്ടിപ്പറിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത് അതൊന്നും അനുവദിച്ചു തരില്ല. അങ്ങനത്തെ വാക്കുകളൊക്കെ പറയുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അതൊന്നും നിലനിൽക്കില്ല എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ഈ വചനങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നത്. ചുമ്മാ ഒരു പ്രഭാഷണം നടത്തുകയല്ല, സോളിഡ് എവിഡൻസുകൾ, ഡേറ്റകളാണ് വെക്കുന്നത്. വിശുദ്ധ പ്രവാചകന്മാരാൽ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളെയാണ് ഞങ്ങൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നത്. ഇത് കേൾക്കുന്നവർ വിവേചിക്കട്ടെ, കേൾക്കുന്നവർ വിധിക്കട്ടെ, ഗ്രഹിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ചുമ്മാ നാക്കിനെല്ലില്ല എന്ന് കരുതി എന്തും വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല.
അങ്ങനെ പറയാൻ പറ്റില്ല. ആ മെത്രാന് കാര്യങ്ങൾ അറിയില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് സുനിത രക്ഷപ്പെട്ടു. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന മനുഷ്യരുടെ മുമ്പിൽ അങ്ങനെ ഇരുന്ന് പറയുകയാണെങ്കിലോ അതൊരു മണ്ടത്തരമായി പോവില്ലേ? അതിനോടനുബന്ധിച്ച് അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത്, നീതിമാനായ യഹോവ ഇപ്പോൾ ഇസ്രായേലിനോട് കൂടെയുണ്ടോ? അപ്പോൾ ഇസ്രായേൽ എന്താണെന്നൊക്കെ പഠിക്കേണ്ടി വരും. ഇസ്രായേൽ എന്താണ്, അവരുടെ പശ്ചാത്തലങ്ങൾ, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഉത്തരം കിട്ടുകയുള്ളൂ. ഇസ്രായേലിനെ കുറിച്ച് ഞങ്ങൾ ക്രിസ്ത്യാനികൾ പഠിക്കുമ്പോൾ 3 വ്യത്യസ്ത രീതിയിൽ പഠിക്കും. അതായത് ഇസ്രായേലിനെ അത്തി എന്ന നിലയിൽ ഞങ്ങൾ കാണും. അത്തി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇസ്രായേലിനെ മുന്തിരിവള്ളി എന്ന നിലയിൽ കാണും. അത് ഇസ്രായേലിൻ്റെ ആത്മീയ അനുഭവങ്ങളെയാണ് കാണിക്കുന്നത്. അതുപോലെ ഒലിവ് എന്നുള്ള നിലയിൽ കാണുമ്പോൾ ഇസ്രായേലിൻ്റെ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടാണ് ആ കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ അങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, അത്തി എന്ന നിലയിൽ, അത്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേൽ രാഷ്ട്രീയമായിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള വിഷയമാണ് മനസ്സിലാക്കുന്നത്. മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ അവരുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ചാണ് അത് വിശദീകരിക്കുന്നത്. ഒലിവ് എന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിൻ്റെ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ സഹോദരിയുടെ ചോദ്യം എന്താ? നീതിമാനായ യഹോവ ഇപ്പോൾ ഇസ്രായേലിനോട് കൂടെയുണ്ടോ എന്നാണ്. ഇന്ന് പുതിയ നിയമം വെച്ച് ഞങ്ങൾ വചനം വിശദീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം, വലുവനായ ദൈവം തൻ്റെ സഭയിലാണിന്ന് വസിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനവർഗത്തിൻ്റെ കൂട്ടത്തിൽ ദൈവം ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരത്തിനാണ് ഞാൻ 3 കാര്യം പറഞ്ഞത്. ആത്മീയമായി ഇസ്രായേൽ കണ്ണടഞ്ഞു കിടക്കുകയാണ്. പൗരോഹിത്യ സംബന്ധമായി അവരുടെ പൗരോഹിത്യവും കീറിക്കളഞ്ഞു. ആ നിലയിൽ അവർക്കിന്ന് പൗരോഹിത്യമില്ല, അവർക്കിന്ന് ആലയമില്ല, പുരോഹിതനില്ല, പൗരോഹിത്യമില്ല, ഈ വക കാര്യങ്ങളൊന്നുമില്ല. അതേസമയം മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, അത്തിയെക്കുറിച്ച്. അത്തി ഇസ്രായേലിന് രാഷ്ട്രീയമായി കാണിക്കുന്ന കാര്യമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശുക്രിസ്തു തൻ്റെ അവസാന സമയത്ത് യെരുശലേമിലേക്ക് വരികയാണ്. അങ്ങനെ യെരുശലേമിലേക്ക് വരുന്നതിനോടുള്ള ബന്ധത്തിൽ വഴിയരികിൽ കാണുന്ന ഒരു അത്തിവൃക്ഷത്തെ കണ്ടിട്ട് ഫലമുണ്ടോ എന്ന് നോക്കുന്നു. ഫലമില്ലാത്തത് കൊണ്ട് അത്തിയെ ശപിക്കുന്നു. ക്ഷണത്തിൽ അത് ഉണങ്ങിപ്പോയി എന്നാണ് നമ്മൾ കാണുന്നത്. അത്തി ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം തന്നെ 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തമായി പറയാണ്, അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കുമെന്ന്. അതേ കാര്യം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലുണ്ട്, അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കുമെന്നുള്ളത്. അതെന്താ കാണിക്കുന്നത്? അതായത് അത്തിയെ ശപിക്കുകയും അത്തി ഉണങ്ങിപ്പോവുകയും ചെയ്യുന്ന കാര്യം നമ്മൾ കാണുന്നത് ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകുന്ന കാര്യമാണ്. അവർ സകല നിലകളിലും ദേശം വിട്ടു പോകേണ്ട സാഹചര്യം വരുന്നു. അവർ ലോകം മുഴുവനും ചിതറിപ്പോകുന്ന കാര്യമാണ്. രാഷ്ട്രീയമായിട്ടും ആത്മീയമായിട്ടും പിന്നെ അവരുടെ പൗരോഹിത്യം എല്ലാം കീറിക്കളഞ്ഞവരെ ലോകം മുഴുവനും ചിതറിക്കുകയാണ്. അതിൽ ഒരു കാര്യം ഇപ്പോൾ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ഒരു കാര്യം ഏതാ? അത് രാഷ്ട്രീയമായി അവർ തളിർക്കുകയാണ്. ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇസ്രായേൽ തിരിച്ചു വരികയാണ്, സ്വന്തം ദേശത്തേക്ക് തിരിച്ചു വരികയാണ്. അതാണ് ഞാൻ ആദ്യം വായിച്ച വാക്യത്തിൽ കണ്ടത്. ലോകം മുഴുവനും ചിതറിപ്പോയ ഇസ്രായേലിനെ മടക്കി വരുത്തുകയാണ്. അങ്ങനെ മടങ്ങി വരുന്ന ആ വരവിനെയാണ് അത്തി തളിർക്കുന്നു എന്ന് പറയുന്നത്. അവർ രാഷ്ട്രീയമായി ഒരു രാഷ്ട്രം എന്ന നിലയിൽ വീണ്ടും തിരിച്ചു വരികയാണ്. അതിന് ബൈബിളിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരു സ്ത്രീ പ്രസവിക്കുന്ന പോലെ ഇസ്രായേൽ ദേശം പ്രസവിക്കുകയാണ്. ആ ദേശത്തെ പ്രസവിക്കുകയാണ് ഒരൊറ്റ ദിവസം കൊണ്ട്. 1948 മെയ് മാസം 15-ാം തീയതി ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിതമാകുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് അത് സ്ഥാപിതമാകുകയാണ്. അങ്ങനെ ഇസ്രായേൽ രാഷ്ട്രീയമായി തളിർക്കുകയാണ്. 1948 മുതൽ നമ്മൾ സംസാരിക്കുന്ന ഈ സമയം വരെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ അവരവിടെയുണ്ട്. അവരെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മടക്കിക്കൊണ്ടുവന്നത്. ആ ജനം ഇന്ന് അവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. തുടർന്നുള്ള വാക്യങ്ങളിലൂടെ ഞങ്ങളത് പ്രൂവ് ചെയ്യുന്നതാണ്. അവർ ഇപ്പോൾ അവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇസ്രായേലിനോട് കൂടെ ദൈവസാന്നിധ്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ആലയവുമായി കണക്ട് ചെയ്താണ് ഞങ്ങൾ പറയുന്നത്. അതായത് ആദ്യം അവരുടെ നടുവിൽ സമാഗമന കൂടാരം ഉണ്ടായിരുന്നു. ആ സമാഗമന കൂടാരം അഥവാ ടാബർനാക്കിൽ, അതിനകത്തായിരുന്നു ദൈവസാന്നിധ്യം. ജനമെല്ലാം അതിൻ്റെ ചുറ്റുമൊക്കെ പാർക്കുന്നു. പിന്നത്തേതിൽ യെരുശലേമിലെ ദൈവാലയം പണിതതിന് ശേഷം ദൈവസാന്നിധ്യം യെരുശലേം ദൈവാലയത്തിലേക്ക് മാറി. ആ ജനത്തിൻ്റെ നടുവിൽ ദൈവസാന്നിധ്യം, അങ്ങനെ ചിന്തിക്കാം. അവരുടെ ക്യാമ്പിൻ്റെ നടുവിൽ അഥവാ അവരുടെ പാളയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭ ആരംഭിച്ചതിന് ശേഷം ദൈവം ഓരോ വ്യക്തികളുടെ ഉള്ളിലാണ് വാസം ചെയ്യുന്നത്. അന്ന് യെരുശലേമിലെ ദൈവാലയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനു മുമ്പ് ടാബർനാക്കിൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന്
മനുഷ്യരെയാണ് ദൈവം തൻ്റെ ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ക്രിസ്തീയ സഭ മുൻപോട്ട് പോകുന്ന ഈ കാലയളവിൽ ഞാനും നിങ്ങളുമാണ് ദൈവത്തിൻ്റെ മന്ദിരം അഥവാ ദൈവത്തിൻ്റെ ആലയം. യഹൂദന് വെളിയിലുള്ള സകല ജാതികളും രണ്ട് കൂട്ടർക്കും യേശു ക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സാവകാശമുള്ളൊരു കാലമാണ്. സഹോദരി സുനിതയ്ക്കും അത് സാധിക്കും. സുനിതയ്ക്കൊക്കെ മുമ്പ് വലിയ രാജാക്കന്മാർ പോലും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് തങ്ങളുടെ നിത്യത ഉറപ്പിച്ചിട്ടുണ്ട്. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും അതുപോലെ വലിയവനായ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ ന്യായവിധിക്ക് നമ്മൾ കടന്നു പോകേണ്ടതാകുന്നു എന്നുള്ള തിരിച്ചറിവുകൾ, ആ തിരിച്ചറിവുകളൊക്കെ ലഭിച്ചു കഴിഞ്ഞാലാണ് ഇതൊക്കെ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ യഹൂദൻ്റെ കൂട്ടത്തിൽ ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ യഹൂദൻ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം പുതിയ നിയമ സഭ ആരംഭിച്ചിരിക്കുന്നു. സഭ ആരംഭിച്ചതിന് ശേഷം രക്ഷ ക്രിസ്തുവിൻ്റെ ക്രൂശ് വഴിയാണ്, അഥവാ ക്രിസ്തു വഴിയാണ് രക്ഷ, ആത്മരക്ഷ എന്ന് പറയുന്നത്. ആ ആത്മരക്ഷയോടുള്ള ബന്ധത്തിൽ ഇന്ന് യഹൂദനാകട്ടെ വിജാതിയർക്കാകട്ടെ പുറമേയുള്ളവർക്ക് ആർക്കും യേശുക്രിസ്തുവിലൂടെ രക്ഷ ലഭിക്കുമെന്ന് ഞാൻ ഒരു മിനിറ്റ് മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ ആ രക്ഷയിലേക്ക് യഹൂദൻ വന്നില്ലെങ്കിൽ, യഹൂദൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ രാഷ്ട്രത്തിന് വേണ്ടി മരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് ക്രിസ്തു ഇല്ലാതെ മരിച്ചാൽ താൻ ന്യായവിധിയിൽ അകപ്പെടുമെന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരുമാകട്ടെ, എക്സ് ഓർ വൈ, അവരെല്ലാം ന്യായവിധിയിൽ അകപ്പെടുമെന്നുള്ളതാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. അത് ബെഞ്ചമിൻ നെതന്യാഹുവിനും ബാധകമാണ്, അവരുടെ ഡിഫൻസ് മിനിസ്റ്റർക്കും അവിടുത്തെ സകല പട്ടാളക്കാർക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ എന്താണ് യഹൂദൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എന്താണ് അവരോട് ഒരു 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 താല്പര്യം എന്ന് ചോദിച്ചാൽ, സുനിത ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് വേണ്ടി അന്ധമായി വാദിക്കുന്ന ക്രിസ്ത്യാനികളോട് എന്താ ഒരു വാക്ക് പറയാനുള്ളത് മെത്രാച്ചാന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളാരും അന്ധമായി ഒന്നും ചെയ്യുന്നില്ല സുനിതയെ, ഞങ്ങളാരും അന്ധമായിട്ടല്ല, ഞങ്ങളുടെ കണ്ണ് തുറന്നവരെ അന്ധന്മാരൊന്നുമല്ല. ഞങ്ങൾ കാര്യങ്ങളെ തെളിവായി മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ്. അവരുടെ സ്വഭാവത്തിലെ ചില വൈചിത്ര്യങ്ങൾ നിമിത്തമാണ് അവർക്ക് ചിതറിപ്പോകേണ്ടതും പ്രവാസത്തിലേക്ക് പോകേണ്ടതും ഒക്കെ ആയിട്ട് വന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ മെശിഹായെ അവർ കൈക്കൊണ്ടിട്ടില്ല. മെശിഹായെ കൈക്കൊള്ളാത്തത് കൊണ്ട് അവരുടെ ദുഃഖം വലുതായിരിക്കും. യേശു ക്രിസ്തുവിനെ ബൈബിൾ വിളിക്കുന്നത് സമാധാന പ്രഭു എന്നാണ്. ആ സമാധാന പ്രഭുവിനെ ഇസ്രായേലിലും കൈക്കൊണ്ടിട്ടില്ല, അവിടെയുള്ള അറബികളും കൈക്കൊണ്ടിട്ടില്ല. നോക്കണം, ആ രണ്ട് ജനവർഗത്തെയും എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരെങ്കിലും സമാധാനമുണ്ടോ? സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ കൈക്കൊള്ളാത്ത യഹൂദനും സ്വസ്ഥതയില്ല. നാല് സൈഡിൽ നിന്നും അറബികളും, പിന്നെ പോരാത്തിന് നമ്മുടെ നാട്ടിൽ കോഴിക്കോട് നിന്ന് വരെയാണ് ആളുകൾ അങ്ങോട്ട് മിസൈൽ വിടുന്നത്. യഹൂദനെ ഏതെല്ലാം രീതിയിൽ നിന്ദിക്കാമോ അതെല്ലാം ചെയ്യുകയല്ലേ ലോകം മുഴുവനും ആളുകൾ. അപ്പോൾ അവർ ക്രിസ്തുവിനെ കൈക്കൊണ്ടിട്ടില്ല, മെശിഹായെ അവർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ടാണ് അവർക്ക് സ്വസ്ഥതയില്ലാത്തത്. മറു സൈഡിലുള്ളവരുടെ കാര്യമോ, അവരുടെ എല്ലാം നേരെ ഒന്നാം തരം മിസൈലുകളാണ് ഇവരും വിട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കും സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഈ ലോകത്തിന് സമാധാനമില്ല. ഈ ലോകത്തിന് സമാധാനം ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കണം. അഥവാ ക്രിസ്തുവിൻ്റെ ഭരണം ഈ ഭൂമിയിൽ വരാൻ പോവുകയാണ്. ആ ഭരണകാലത്ത് മാത്രമേ ഈ ലോകത്തിന് സമാധാനം ഉണ്ടാകുകയുള്ളൂ. UN അല്ല, എന്ത് ഓർഗനൈസേഷൻ തലകുത്തി നിന്നാലും ഈ ലോകത്തിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടായിരിക്കും, സമാധാനം ഉണ്ടാകില്ല. പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തീകരണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ് പ്രധാന വിഷയം. അതിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. യഹോവയായ ദൈവം ഇന്ന് ഇസ്രായേലിനോട് കൂടെയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞാനൊരു മറുപടി പറഞ്ഞു. ഇന്ന് പലസ്തീനികളുടെ ഭൂമിയെ തട്ടിയെടുത്തു, അതുപോലെ അവർ മടങ്ങി വന്നതിന് ശേഷം പലസ്തീനികളുടെ ഭൂമി തട്ടിപ്പറിച്ചു എന്നൊക്കെ പറയുന്നതിന് മറുപടി പറയുകയാണ്. അതിനുള്ള മറുപടിയാണ് പറഞ്ഞു വരുന്നത്. അതിന് 1-2 വാക്യങ്ങൾ ഇപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. യഹോവയായ ദൈവം അവർക്ക് വിരോധമായിരുന്നു ഒരു സമയത്ത്, ദീർഘകാലം. അത് കഴിഞ്ഞിട്ട് പറയാണ്, ഞാൻ അവർക്ക് അനുകൂലമായിരിക്കുന്നു, അവരെ ഞാൻ മടക്കി വരുത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ ചില വാക്യങ്ങൾ വായിക്കുകയാണ്. ചില വാക്യങ്ങൾ അത് നോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നോട്ട് ചെയ്യാം. അങ്ങനെ വായിക്കുന്ന വാക്യങ്ങൾ യെസെക്കിയേലിൻ്റെ പുസ്തകം തന്നെ, അതിന് 34-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. യെസെക്കിയേലിൻ്റെ പുസ്തകം 34-ന്റെ 13-ാമത്തെ വാക്യം. അതായത് 12-ാം വാക്യത്തിൽ ഇടയനില്ലാതെ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ജനത്തെക്കുറിച്ച് പറയുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ 12-ാം വാക്യത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ചിതറിപ്പോയ സ്ഥലങ്ങളിൽ നിന്ന് അവയെ വിടുവിക്കും. 13-ാം വാക്യത്തിൽ
ഞാൻ അവയെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്തു കൊണ്ടുവന്ന് ഇസ്രായേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിലും മേയ്ക്കും. ഇതൊക്കെ ചെവി തുറന്ന് കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അവരെ സ്വദേശത്തേക്ക് മടക്കിക്കൊണ്ടുവന്ന് ഇസ്രായേൽ പർവ്വതങ്ങൾ നോട്ട് ചെയ്തുകൊള്ളുക. ഇസ്രായേൽ പർവ്വതം നമുക്ക് ഇന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത ദിവസം ആ കാര്യം പൂർത്തീകരിക്കാനായിട്ട് ഉത്സാഹിക്കാം. ഇസ്രായേൽ പർവ്വതം അത് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നദീതീരങ്ങളിലും ദേശത്തിലെ സകല സ്ഥലങ്ങളിലും അവയെ മേയ്ക്കും. നദീതീരങ്ങൾ എന്ന് പറഞ്ഞാൽ യോർദാൻ്റെ തീരമാണ് പറയുന്നത്. യോർദാൻ്റെ തീരം, ആ പരിസരങ്ങളിലെല്ലാം അവർ മടങ്ങി വന്ന് അവിടെയെല്ലാം അവർ നിവസിക്കും. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 30-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുകയാണ്. 3-ാമത്തെ വാക്യം: ഞാൻ ഇസ്രായേലും യഹൂദയുമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ചുമ്മാ ആരെങ്കിലും പറയല്ല കേട്ടോ, യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും പ്രവാസം മാറ്റുവാനുള്ള കാലം വരും. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും. ശ്രദ്ധിക്കണം, ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും. മടക്കി വരുത്തുമെന്നാണ് പറയുന്നത്. ആർക്ക് തടുക്കാൻ കഴിയും? മടക്കി വരുത്തും. അവർ അതിനെ കൈവശമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ അതിനെ കൈവശമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇസ്രായേലിനെ യഹൂദയെയും കുറിച്ച് അരുളി ചെയ്ത വചനങ്ങളാണിത്. അപ്പോൾ അവരെ മടക്കി വരുത്തുമെന്നുള്ളതാണ് ഈ 30-3 നമ്മൾ കാണുന്നത്. 31-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ, യിരെമ്യാവ് 31-ന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്, ആ കാലത്ത് ഞാൻ ഇസ്രായേലിൻ്റെ സകല വംശങ്ങൾക്കും ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതായത് ആ കാലത്ത് ഞാൻ ഇസ്രായേലിൻ്റെ സകല വംശങ്ങൾക്കും ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. അവരെ മടക്കി വരുത്തും. ആ മടക്കി വരുത്തുന്ന ഇസ്രായേലിന് ഞാൻ ദൈവമായിരിക്കും. അവർ എൻ്റെ ജനം തന്നെയാണ്. അവർ എൻ്റെ ജനമായിരിക്കും. അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാനുഷിക ഭരണക്രമങ്ങളെല്ലാം അവസാനിപ്പിച്ച് യേശുക്രിസ്തു രാജാതിരാജാവായി യെരുശലേമിൽ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം വെച്ച് ഈ ഭൂമിയെ അടക്കി ഭരിക്കുന്ന 1000 വർഷക്കാലത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു. ആ 1000 വർഷത്തെ ഭരണം കഴിഞ്ഞ് അതിൻ്റെ ഒടുവിൽ ഈ കാണുന്ന ഭൂമിയെ തീ കൊണ്ട് കത്തിക്കും. എന്നിട്ട് പുതിയൊരു ഭൂമിയും പുതിയൊരു ആകാശവും വെളിപ്പെടുമെന്നുള്ളതാണ് ബൈബിളിൻ്റെ ഏറ്റവും സീരിയസ് ആയ ഒരു പഠനം. പുതിയൊരാകാശവും പുതിയൊരു ഭൂമിയും. ആ പുതിയ ഭൂമിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന കാലമാണിത്. ഏത് നിരീശ്വരവാദിക്കും എന്ത് മതക്കാരും ആകട്ടെ, ആർക്കും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ ആ പുതിയ ഭൂമിയിലേക്ക് പ്രവേശനം ലഭിക്കും. അതിന് പ്രത്യേകിച്ച് വേറെ കണ്ടീഷനൊന്നുമില്ല. ഈ പറയപ്പെട്ട പുതിയ ഭൂമിയിലെ റിക്രൂട്ട്മെൻറ്റിലേക്ക് അഥവാ അതിലെ വാസത്തിലേക്ക് ഒരുവന് പ്രവേശിക്കണമെങ്കിൽ ആകെയുള്ളൊരു കണ്ടീഷനുള്ളൂ: യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. താനൊരു പാപിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തൻ്റെ പാപത്തിന് പരിഹാരമായി ക്രിസ്തു ബലിയായി തീർന്നെന്നുള്ള കാര്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കുന്നവർക്കെല്ലാം ഒരു ദൈവ പൈതലായി തീരാൻ കഴിയും. അങ്ങനെ അവർക്ക് പുതിയ ഭൂമിയിലെ വാസത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, പകരം ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് കാര്യം പറയുകയാണ്. അപ്പം 31-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചു. അത് കഴിഞ്ഞതിൻ്റെ താഴേക്ക് കാണുന്നത് ഇവർ ചിതറിപ്പോയ കാര്യം, അങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. നിത്യസ്നേഹം കൊണ്ട് ഈ സമൂഹത്തെ യഹോവയായ ദൈവം സ്നേഹിച്ചിരിക്കുകയാണ്, നിത്യസ്നേഹം കൊണ്ട്. അതും കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ സീരിയസ് ആയൊരു വാക്യമാണ് 5-ാം വാക്യം. നീ ഇനിയും ശമരിയ പർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും, കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. എഴുന്നേൽപ്പിൻ, നാം സിയോനിലേക്ക് നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് കയറിപ്പോവുക എന്ന് കാവൽക്കാർ എഫ്രൈം നാട്ടിൽ വിളിച്ചു പറയുന്ന നാൾ വരും. അപ്പോൾ എങ്ങനെ തുടങ്ങുന്ന? നീ ഇനിയും ശമരിയ പർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇസ്രായേൽ പർവ്വതങ്ങളും ശമരിയ പർവ്വതങ്ങളും എന്നുള്ള കാര്യമൊക്കെ സുനിത തറവായി പഠിക്കണം, അല്ലാതെ വീഡിയോ ചെയ്ത് നാണം കെടരുത്. ഇസ്രായേൽ പർവ്വതം മാപ്പൊക്കെ എടുത്ത് വെച്ച് പരിശോധിക്കുക. ഇസ്രായേൽ പർവ്വതവും ശമരിയ പർവ്വതവും എവിടെയാണെന്ന് നോക്കുക. അത് ഇന്നത്തെ വെസ്റ്റ് ബാങ്കിലാണ് ഇരിക്കുന്നത്. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നതാണ് ഇസ്രായേൽ പർവ്വതവും ശമരിയ പർവ്വതവും. യെരുശലേമും ബത്ലഹേമും ഒക്കെ അതിൻ്റെ ഭാഗമായി വരും. ഹെബ്രോനൊക്കെ വരും. ഹെബ്രോൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വലിയ പ്രാധാന്യമുള്ള സ്ഥലമല്ലേ. അവരുടെ പിതാവായ അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെയും ജോസഫിനെയും എല്ലാം അടക്കം ചെയ്തിരിക്കുന്ന മക്പേല ഗുഹ എന്ന് പറയുന്നത് ഹെബ്രോനിലാണ്.
അവരുടെ പിതാക്കന്മാരുടെ കല്ലറ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ആ കല്ലറയിൽ സാറയെ അടക്കിയിട്ടുണ്ട്, അവിടെ റുബേക്കയെ അടക്കിയിട്ടുണ്ട്, അവിടെ ലേയെ അടക്കിയിട്ടുണ്ട്. അവരുടെ പിതാക്കന്മാരെ, അവരുടെ പ്രിയപ്പെട്ടവരെ അടക്കിയ കല്ലറയാണത്. ഹെബ്രോൻ ഇന്ന് പലസ്തീൻ അതോറിറ്റിയുടെ കയ്യിലാണ്, വെസ്റ്റ് ബാങ്കിലാണ് ഇരിക്കുന്നത്. സത്യാന്വേഷിയായ ഒരു മനുഷ്യന്, ചിന്തിക്കുന്ന ഒരു മനുഷ്യന് അവിടെ ഗൗരവമായൊരു പഠനം കിട്ടും. എന്താ പഠനം? ബൈബിളിൻ്റെ നിസ്തുല്യത. ആ മക്പേലയിൽ അടക്കിയിരിക്കുന്ന ആരെയൊക്കെയാ? അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ. അവിടെ സാറയെ അടക്കിയിരിക്കുന്നു, അവിടെ റുബേക്കയെ അടക്കിയിരിക്കുന്നു, ലേയെ അടക്കിയിരിക്കുന്നു. അവിടെ ഹാഗാറിനെ അടക്കിയിട്ടില്ല, അവിടെ ഇസ്മായിലിനെ അടക്കിയിട്ടില്ല, അവിടെ കെത്തൂറയെ അടക്കിയിട്ടില്ല, കെത്തൂറയുടെ 6 മക്കളെ അവിടെ അടക്കിയിട്ടില്ല, ഇവരെ ആരെയും അവിടെ അടക്കിയിട്ടില്ല. അവിടെ അടക്കിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പിതാക്കന്മാരെയാണ്. ഇസ്മായിലിൻ്റെ പിതാവ് എന്നുള്ള നിലയിലാണ് അതുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഹെബ്രോനിൽ ആ കല്ലറയുടെ ഒരു സൈഡിൽ നിന്ന് ഇസ്മായിലിൻ്റെ പിൻതലമുറക്കാർ കടന്നു വന്ന് അവർ ആ കല്ലറയെ സന്ദർശിക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. പക്ഷെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. അവിടെ ഈ പറയുന്ന ആളുകളെ ഒന്നും അടക്കിയിട്ടില്ല. അവിടെ അടക്കിയിരിക്കുന്നത് ആരെയൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. അപ്പോൾ അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഇര്മിയാ പ്രവാചകന്റെ പുസ്തകം തന്നെ 31-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം കൂടെ വായിക്കുകയാണ്. 23-ാമത്തെ വാക്യം, 22 മുതൽ തുടങ്ങണം. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ അവർ ഇനിയും യഹൂദാദേശത്തും അതിലെ പട്ടണങ്ങളിലും നീതി നിവാസമേ, വിശുദ്ധ പർവ്വതമേ, യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന വാക്കുകൾ പറയും. അതിൽ യഹൂദയും അതിൻ്റെ സകല നഗരവാസികളും കൃഷിക്കാരും ആട്ടിൻകൂട്ടങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നവരും ഒരുപോലെ പാർക്കും. ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും, വിശന്ന് ക്ഷീണിച്ചിരിക്കുന്നവനെ ഏവനും ഞാൻ തൃപ്തി വരുത്തും. അതിൽ യഹൂദയും അതിൻ്റെ സകല നഗരവാസികളും കൃഷിക്കാരും ആട്ടിൻകൂട്ടങ്ങളോടുകൂടെ സഞ്ചരിക്കും. ഇവരെ ഇസ്രായേൽ പർവ്വതത്തിലേക്ക് മടങ്ങി വന്ന് അവിടെ ആട്ടിൻകൂട്ടങ്ങളോടുകൂടെ സഞ്ചരിക്കുന്ന കാര്യമാണ് പറയുന്നത്. നഗരവാസികളും കൃഷിക്കാരും എല്ലാം സഞ്ചരിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഈ സെയിം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 27-28 വാക്യങ്ങൾ കൂടെ വായിക്കാം. 27-28 വാക്യങ്ങൾ. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിലും യഹൂദാ ഗ്രഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്തു വിതയ്ക്കുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വായിച്ച വാക്യങ്ങളിലൊക്കെ 2 പദങ്ങൾ നമ്മൾ കൂടെ കാണും. ഞാൻ യഹൂദയെയും ഇസ്രായേലിനെയും എന്നാണ് പറയുന്നത്. 2 വാക്കുകൾ ഉപയോഗിക്കും. അത് 2 ഉപയോഗിക്കുമ്പോൾ മുഴു ഇസ്രായേൽ 12 ഗോത്രം എന്നാണ് തിരിച്ചറിയേണ്ടത്. 12 ഗോത്രം എന്നുള്ള നിലയിൽ നമ്മൾ തിരിച്ചറിയണം. അപ്പം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിലും യഹൂദാ ഗ്രഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതിൻ്റെ അർത്ഥം എന്താ? അവർ പെറ്റുപെരുകുമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവരുടെ മൃഗങ്ങളും പെറ്റുപെരുകും. അവർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടും, അവർ നാൽക്കാലി മൃഗസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടും. 2 രീതിയിലാണ് പറയുന്നത്. എന്നിട്ട് അടുത്ത വാക്യം: അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നത് പോലെ ഇനി പണിയുവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ അവരെ ചിതറിച്ചു, ഞാൻ അവരെ പൊളിച്ചു, ഇടിച്ചു, അവരെ നിർമൂലമാക്കുന്ന രീതിയിലാക്കി. എന്നാൽ ഇനി അവരെ പണിയാനുള്ള കാലം വരുന്നു, അവരെ നടുവാനുള്ള കാലം വരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ഒരു മനോഹരത്വം നോക്കിക്കി. അത് കഴിഞ്ഞതിൻ്റെ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. ആ വാക്യത്തിൻ്റെ ഉത്തരം 1000-ാം ആണ്ട് വാഴ്ചയിൽ സംഭവിക്കുന്ന കാര്യമാണ്. അവർക്കൊരു പുതിയ ഹൃദയം കൊടുക്കുമെന്നുള്ളത്. ഇപ്പോൾ പുതിയ ഹൃദയമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ അവരെ മടക്കി വരുത്തി. അവരെന്തിനാ മടക്കി വരുത്തി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അവരെ മടക്കി വരുത്തിയിട്ട് ഞാൻ അവർക്കൊരു പുതിയ ഹൃദയം കൊടുക്കും. അവരെ ഞാൻ ഇസ്രായേൽ പർവ്വതങ്ങളിലേക്ക് മടക്കി വരുത്തും. മടക്കി വരുത്തിയതിന് ശേഷം ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയം കൊടുക്കും. ആ പുതിയ ഹൃദയം കൊടുക്കണമെങ്കിൽ മശിക മടങ്ങി വരണം. മശിക മടങ്ങി വന്ന് മശികയെ അവർ കണ്ടെത്തണം. അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്ന പോലെ നോക്കും. ഏകജാതനെക്കുറിച്ചുള്ള വിലാപം പോലെ അവർ വിലപിക്കും. അങ്ങനെ ഒരു ദിവസം വരുന്നു. അതിന് ശേഷമാണ് അവർക്ക് പുതിയ ഹൃദയം ലഭിക്കുന്നത്. അതിലേക്കൊക്കെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളുടെ ചുള്ളുകളാണ് ഈ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ണാലെ കാണുകയല്ലേ. നമ്മൾ എത്ര ഭാഗ്യം ചെയ്ത ജനവർഗമാണ്. 1948 മുമ്പ് ലോകത്ത് ക്രിസ്ത്യാനികളുണ്ട്. അവരൊരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല ഇസ്രായേൽ മടങ്ങി വരുമെന്ന്, അത്തി തളിർക്കുമെന്ന് ബൈബിളിൽ വാക്യമുണ്ടെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ജനം ലോകം മുഴുവൻ ചെതറിപ്പോയെന്നേ. ലോകസാഗരത്തിൽ അവർ മുങ്ങിപ്പോയി. ഈ ലോകത്തിൻ്റെ ധൂളിയിൽ അവർ അമർന്നുപോയി. ഇനി മടങ്ങി വരിക എന്ന് പറയുന്നത് അസംഭാവ്യം. ഇനി മടങ്ങി വരിക എന്ന് പറയുന്നത് അസംഭാവ്യം. അവർ ചത്തു മുടിഞ്ഞു.
ഇനി എങ്ങനെ മടങ്ങി വരും? ഇനി മടങ്ങി വരാൻ സാധ്യമല്ലെന്നുള്ളതാണ് മാനുഷികമായ ചിന്ത. പക്ഷെ വാക്ക് പറഞ്ഞ ദൈവം അവരെ മടക്കി വരുത്തും. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇസ്രായേലും മടങ്ങി വരുമ്പോൾ ഇവിടെ സഭയുണ്ട്. സഭയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന കാലമല്ലേ ഇത്? ക്രിസ്തീയ സഭയുടെ ഉണ്ട്. അപ്പോൾ തന്നെയാണ് ഇസ്രായേലിനെ മടക്കി വരുത്തിയിരിക്കുന്നത്. അത് കാണുമ്പോൾ ക്രിസ്തീയ സമൂഹം എന്താണ് വിചാരിക്കേണ്ടത്? അത്തി തളിർക്കുന്നത് കാണുമ്പോൾ വേനലടുത്തിരിക്കുന്നു, മനുഷ്യപുത്രൻ വാതിൽക്കൽ എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എല്ലാം രണ്ടു കൂട്ടരും പഠിക്കാനുണ്ട്. ക്രിസ്തീയ സമൂഹം പഠിക്കണം, അതുപോലെ യഹൂദനും പഠിച്ചോണം. യഹൂദനെ മടക്കി വരുത്തിയിരിക്കുന്നത് ഇതെല്ലാം പഴയ നിയമത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. യഹൂദൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകമാണ്. യഹൂദൻ വായിക്കുന്നതും സുനിത വായിക്കുന്നതും മെത്രാൻ വായിക്കുന്നതും എല്ലാം ഒരുപോലെയാണ്. യഹൂദൻ വായിച്ചാലും അവനൊന്നും മനസ്സിലാകില്ല, സുനിതയ്ക്കും മനസ്സിലാകില്ല, മെത്രാനും മനസ്സിലാകില്ല. മൂന്ന് കൂട്ടരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് യഹൂദൻ, രണ്ട് സഹോദരി സുനിത, മൂന്ന് ശ്രീമാൻ മെത്രാൻ. മൂന്ന് കൂട്ടർക്കും ഒന്നും മനസ്സിലാകുന്നില്ലെന്നേ. യഹൂദനും ഒന്നും മനസ്സിലാകുന്നില്ല കാര്യമായിട്ട്. അവനെ മടക്കി കൊണ്ടുവന്നിരിക്കുന്നത് ബോംബിട്ട് കളിക്കാനല്ല, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഈ ലോകത്തോട് നിശബ്ദമായി സംസാരിക്കാനുണ്ട്. ജീവനുള്ളൊരു സത്യദൈവം ഉണ്ടെന്ന്. ആ ദൈവത്തിൻ്റെ ജനമാണ് ഇസ്രായേൽ. ആ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലംഘിച്ചതുകൊണ്ട് ആ ദൈവം അവരെ ലോകം മുഴുവനും ചിതറിച്ചു. ചിതറിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രവാചകന്മാരിലൂടെ അവരോട് പറഞ്ഞിട്ടുണ്ട്. ചിതറിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദീർഘകാലം നീ ചിതറിപ്പോകും, പിന്നത്തേത് ഞാൻ നിന്നെ മടക്കി വരുത്തും. അതാണ് ഇത്ര നേരം ഞങ്ങൾ വായിച്ചു കേൾപ്പിച്ചത്. ഇനിയും വാക്യങ്ങളുണ്ട്, വായിച്ചു കേൾപ്പിക്കാം. ഇതെല്ലാം റെഫറൻസ് നോട്ട് ചെയ്തിട്ട് 150 രൂപ കൊടുത്ത് ഒരു ബൈബിൾ മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ 200 രൂപ കൊടുത്താൽ മതി. 200 രൂപ കൊടുത്താൽ ഒരു ബൈബിൾ മേടിക്കാൻ കിട്ടും. എന്നിട്ട് ഞങ്ങൾ ഈ പറയുന്ന റെഫറൻസ് ഒക്കെ പറഞ്ഞല്ലോ, നോട്ട് ചെയ്യുക, ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ വിശുദ്ധ തിരുവഴുത്തിന് മുമ്പാകെ നമിക്കുക, ജീവനുള്ള ദൈവത്തെ നമിക്കുക. എന്താണ് ആ ദൈവത്തിൻ്റെ ജ്ഞാനം, ആ ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ? ചുമ്മാതെയല്ല ഞങ്ങൾ ക്രിസ്തുവിനെ പിൻഗമിക്കുന്നത്. ചുമ്മാതെയല്ല ഈ പുസ്തകം എടുത്തുകൊണ്ട് ഞങ്ങൾ നടക്കുന്നത്. ചുമ്മാതെയാണോ ഞങ്ങൾ ഈ പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്നത്? അത്തിയെ നോക്കിയപ്പോൾ ഫലമില്ല, അതിനെ ശപിച്ചു, അത് ഉണങ്ങിപ്പോയി. പിന്നത്തേത് പറയാണ് അത് തളിർത്തു വരുമെന്ന്. അപ്പോൾ സ്നേഹിതരെ, ഞാൻ എന്താ പറഞ്ഞത്? അത്തി ഉണങ്ങിപ്പോകുന്നത് പൂർവന്മാരായ നമ്മുടെ അപ്പസ്തലന്മാർക്ക് കാണാൻ കഴിഞ്ഞു. അവരുടെ കാലത്താണത് സംഭവിച്ചത്. എന്നാൽ അത്തി തളിർക്കുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് നമ്മുടെ കാലത്താണ് നടന്നത്. ഈ കാലഘട്ടത്തിലാണ് അത്തി തളിർത്തു നിൽക്കുന്നത്. വേനൽ അടുത്തു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ കാലമായി. അടുത്തൊരു വാക്യം എസെക്കിയേൽ 36 അധ്യായത്തിലാണ്. എസെക്കിയേൽ 36 അധ്യായം. എസെക്കിയേൽ 35, 36, 37 എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ 36 അധ്യായത്തിൻ്റെ 8ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. 36ന്റെ 8. 36ന്റെ 9 നമ്മൾ അല്പം മുമ്പ് വായിച്ചു. 36ന്റെ 9 എന്താ വായിച്ചത്? ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും, നിങ്ങളെ ഞാൻ മടക്കി വരുത്തുമെന്നുള്ള കാര്യമാണ് 36ന്റെ 9 അല്പം മുമ്പ് നമ്മൾ വായിച്ചത്. ഇപ്പോൾ നമ്മൾ 36ന്റെ 8 വായിക്കുകയാണ്. 8ൽ നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്ക കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പിൻ. രോമം എഴുന്നേറ്റ് നിൽക്കും. ഇതൊക്കെ വായിക്കുമ്പോൾ രോമം എഴുന്നേറ്റ് നിൽക്കും. അത്ര ഭയങ്കരമല്ലേ? എങ്ങനെയാണ് വായിച്ചത്? നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്ക കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പിൻ. എന്തല്ല പറയുന്നത്? എൻ്റെ ജനമായ ഇസ്രായേൽ, അവർ വരുവാൻ കാലമെടുത്തിരിക്കുന്നു. ഇസ്രായേൽ പർവ്വതങ്ങളെ, കൊമ്പുകളെ നീട്ടൂ, ഫലം പുറപ്പെടുവിക്കൂ. എന്താ ചരിത്രത്തിൽ സംഭവിച്ചത്? ഏകദേശം AD 70 ഇവർ ലോകം മുഴുവനും ചിതറിപ്പോയി നമുക്കറിയാം. അവർ ചിതറിപ്പോയതിന് ശേഷം ആ ദേശം ഒരു ഊഷരഭൂമിയായി കടന്നു. മുള്ളും പറക്കരയും മുളച്ച് അങ്ങനെ ആർക്കും വേണ്ടാത്ത ഏറിയ പങ്കും മരുഭൂമിയായിപ്പോയി. അതങ്ങനെയാണ് പ്രവാചക പുസ്തകങ്ങളിലുള്ളത്. യെശയ്യാവിൻ്റെ പുസ്തകത്തിലൊക്കെ ഏറിയ പങ്ക് ഭാഗവും മരുഭൂമിയായിപ്പോയി. അതിൽ ഈ വെസ്റ്റ് ബാങ്ക് മുതലായ കുറേ ഭാഗങ്ങളിലാണ് പിന്നത്തേതിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നത്. അത് മനുഷ്യർ പാർക്കാൻ ആരംഭിച്ചത്. ബാക്കി സ്ഥലങ്ങളെല്ലാം നെഗേവ് മരുഭൂമി എന്ന് പറയുന്നത് പഴയ ബേർഷേബ മരുഭൂമി, ആ നെഗേവിൻ്റെ ഭാഗങ്ങളൊക്കെ വിസ്തൃതമായ മരുഭൂമിയായിപ്പോയി. അതുപോലെ പല ഭാഗങ്ങളിൽ ചതുപ്പുകളായിപ്പോയി. അങ്ങനെ ആർക്കും വേണ്ടാത്തൊരു സ്ഥലം പോലെയായിപ്പോയി. ദീർഘവർഷങ്ങൾ അങ്ങനെ കടന്നു. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ബത്ലഹേം, ജെറുസലേം, ഹെബ്രോൻ അങ്ങനെയൊക്കെ പറയുന്ന ഭാഗങ്ങളിലാണ് പിന്നീട് ഈ ചുറ്റുപാടുമുള്ള ആളുകൾ ഇറാഖിൽ നിന്നും, സൗദിയിൽ നിന്നും, ഈജിപ്തിൽ നിന്നും, സിറിയയിൽ നിന്നും, അതുപോലെ പിന്നെ ഇറാനിൽ നിന്നും, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ നിന്ന് പലരും കുടിയേറിയത്.
അങ്ങനെ കുടിയേറിയ ആളുകളെയാണ് പിൽക്കാലത്ത് ഈ പലസ്തീനികൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ആളുകളാണ് അവരൊക്കെ. അങ്ങനെ കുടിയേറിയ ആളുകളെ പിന്നത്തേതിൽ പലസ്തീനികൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതിന് പൊതുവെ ആളുകൾ പറയുന്നത് പിറന്ന നാടിന് വേണ്ടി പോരാടുന്നവരെന്നുള്ളതാണ്. ഞാൻ ഏറ്റവും ആദ്യത്തെ മെസ്സേജിൽ പറഞ്ഞു, അധിക പങ്ക് ആളുകൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. സർക്കാരിൻ്റെ ഭൂമി ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അക്വയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഭൂമിയിൽ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. സർക്കാരിന് തോന്നുന്ന കാലത്തായിരിക്കും അവിടെ ഒരു പ്രൊജക്റ്റുമായിട്ട് വരുന്നത്. ആ പ്രൊജക്റ്റുമായിട്ട് വരുമ്പോൾ നമ്മളവിടെ കൂരയും വെച്ച് കിടന്നു കഴിഞ്ഞാൽ ബുൾഡോസറുകൾ വന്നെടുത്ത് പുറത്താക്കി കളയും നമ്മളെ. അതാണ് അതിൻ്റെ ഒരു ക്രമം നമ്മൾ കണ്ടിരിക്കുന്നത്, അല്ലേ? സർക്കാരിൻ്റെ ഭൂമി വേലി കെട്ടി തിരിച്ചിട്ടിരിക്കുക. നിശബ്ദമായൊരു ചെറിയ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. വലിയ ബോർഡൊന്നും അല്ലെന്നേ ഉള്ളൂ, ചെറിയ ബോർഡേ ഉള്ളൂ. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന്. അതിക്രമിച്ച് കടന്നു കഴിഞ്ഞാൽ ശരിയാക്കി കളയുന്നു. അതുപോലെ തന്നെയാണ് ഇവരെ ഓടിച്ചു വിട്ടിട്ട് ആ ഭൂമി വെയ്ക്കൻ ലാൻഡായിട്ട് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചക പുസ്തകങ്ങളിൽ പറയുന്ന കാര്യം നിവൃത്തീകരിക്കുകയാണ്. മുള്ളും പറക്കരയും മുളയ്ക്കുകയാണ്, മരുഭൂമിയായി തീരുകയാണ്, അതുപോലെ ചതുപ്പ് നിലങ്ങളായി മാറുകയാണ്. അങ്ങനെ കിടക്കുന്ന ആ ഭൂമിയോട് കൽപ്പിക്കുകയാണ്, അല്ലെ പ്രവചിക്കുകയാണ്, എൻ്റെ ജനമായ ഇസ്രായേൽ ഒരുവൻ അടുത്തിരിക്കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പിനെന്ന്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഫലം കായ്പാൻ. ഇസ്രായേൽ മടങ്ങി വന്നതിന് ശേഷമുള്ള ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? അവരുടെ കിബൂട്ട്സും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളില്ലേ? അവരുടെ ഒരു സൊസൈറ്റി പോലെ ഒരു സംഘമായി അവർ കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നതും ആ മരുഭൂമിയിൽ. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ കേട്ടോ. 1948 60% ലാൻഡ് ഇസ്രായേലിനും 40% പലസ്തീനികൾക്കുമാണ് കൊടുത്തത്. അപ്പോൾ അതിനൊക്കെ ചില മുസ്ലിയാക്കന്മാരും മുല്ലാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇസ്രായേലിനെ കൂടുതൽ കൊടുത്തതെന്ന്. ഇസ്രായേലിന് കൊടുത്തത് മുഴുവനും മരുഭൂമി ആയതുകൊണ്ടാണ് അങ്ങനെ ഡിവൈഡ് ചെയ്തത്. കണ്ണായ സ്ഥലങ്ങളെല്ലാം പലസ്തീനികൾക്കാണ് കൊടുത്തത്. ഡിവൈഡ് ചെയ്തപ്പോൾ കണ്ണായ സ്ഥലങ്ങൾ അതാണ് 40% എന്ന്. ഇവർക്ക് 60% അടുത്ത് ഇവർക്ക് കൊടുത്തു. അങ്ങനെ രണ്ട് കൂട്ടർക്കും അതിൻ്റെ രീതി തന്നെയാണ് കൊടുത്തത്. നല്ല ഭാഗങ്ങൾ കിട്ടിയത് പലസ്തീനികൾക്കാണ്. ഇവർ ഒരു പരാതിയും പറഞ്ഞില്ല. പരാതിയും പറയാതെ മരുഭൂമി, ചതുപ്പ് എന്തു ആകട്ടെ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ് തങ്ങളെ മടക്കി വരുത്തിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്നൊരു തിരിച്ചറിവിൽ അവരവിടെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. നോക്കണം, പ്രവാചക പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുക. അവർ മടങ്ങി വരുമ്പോൾ വേറൊരു ഭാഗത്തുണ്ടൊരു മണവാളനൊരു മണവാട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ഇസ്രായേൽ ജനം മടങ്ങി വന്ന ആ ദേശത്തെ വിവാഹം കഴിക്കുന്നു എന്നുള്ള നിലയിൽ, അതായത് മണവാളൻ മണവാട്ടിയിൽ ആനന്ദിക്കുന്നത് പോലെ ഈ ദേശത്തെ ഒരു മണവാട്ടിയെ പോലെ ചിത്രീകരിക്കുകയാണ്, മെറ്റഫോറിക്കലായിട്ട് പറയുകയാണ്. അങ്ങനെ ആ ദേശത്തെ ഇസ്രായേൽ സ്നേഹിച്ച് ആ ദേശത്തെ അവർ കൃഷി ഇറക്കുന്നു, റിസൾട്ടുകൾ വരുന്നു, ഫലം പുറപ്പെടുവിക്കുന്നു, അല്ലേ? ഫലം പുറപ്പെടുവിക്കുന്നു. ആ മരുഭൂമിയിൽ അവർ പൊന്നു വിളയിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ ഒരു നാടൻ ഭാഷയാണ്, മലയാളികളുടെ ഭാഷയാണ്. മരുഭൂമിയിൽ അവർ പൊന്നു വിളയിച്ചു. അതൊക്കെ വിസ്തരിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം പോകും. ഞാൻ അങ്ങോട്ടൊന്നും അത് വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. കുറേ വാക്യങ്ങളും കൂടെ വായിക്കാനുണ്ട്. അടുത്തതായിട്ട് നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിലേക്കാണ് വരുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ കാണുന്നത്, അവൻ ജാതികൾക്കൊരു കൊടി ഉയർത്തി ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. ഇത് ഓരോ പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഓരോ പ്രവാചകന്മാർ പറഞ്ഞത്. ഇവിടെ മെത്രാനും സുനിതയുമായിട്ടുള്ള സംഭാഷണങ്ങൾ നിങ്ങൾ ഓർക്കണം. എത്ര വികലമായിട്ടാണ് ആ മനുഷ്യൻ ആ സാധു സഹോദരിയോട് ഈ മനുഷ്യൻ പറഞ്ഞു കൊടുത്തത്. തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്തതൊക്കെ. ഇത്രമാത്രം പ്രവചനങ്ങൾ ഈ പുസ്തകത്തിലുള്ളപ്പോൾ ഇവർ തട്ടിപ്പറിച്ച് മേടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമി ആരുടെയാ? യഹോവയുടെ ഭൂമിയാ. ആ ഭൂമിയിൽ ഇവരെ അതിക്രമിച്ച് കയറിയ ആളുകളാണ് ഇന്ന് അവിടെ പലസ്തീനികൾ എന്ന് പറയുന്നവർ. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പറയുന്ന വാക്കുകളല്ല, ബൈബിളിലെ റെഫറൻസ് വെച്ചിട്ടാണ് പറയുന്നത്. എതിർപ്പുകളുള്ളവരുണ്ടെങ്കിൽ ബൈബിളുമായിട്ട് എതിർക്കുക, ദൈവത്തോടെ എതിർക്കുക. എന്നോട് എതിർത്തിട്ടൊരു കാര്യമില്ല. എനിക്ക് എൻ്റെ ഭാവനയൊന്നും അവതരിപ്പിക്കുന്ന കാര്യമല്ലത്. ബൈബിളിലെ വാക്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു സത്യം തെളിയിക്കുകയാണ്. ആ ദേശത്തിൻ്റെ അവകാശികളാണ് മടങ്ങി വന്നിരിക്കുന്നത്. അവർ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവർ സ്വഭവനത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവർക്ക് വേണ്ടി ആ ദേശം ഇനി ഫലം പുറപ്പെടുവിക്കും. അവർ വരുന്നതിന് മുമ്പ് അവിടെ പലസ്തീനികൾ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരൊരു കാന്താരി മുളക് കുഴിച്ചിട്ടാൽ ഉണ്ടാകുമായിരുന്നോ? ഒന്നും സംഭവിക്കില്ലായിരുന്നു. കാരണം അതിൻ്റെ ഉടമസ്ഥർ മടങ്ങി വരണം, അതിൻ്റെ യഥാർത്ഥ അവകാശികൾ മടങ്ങി വരണം. അതാണ് അതിൻ്റെ കാര്യം. അടുത്ത് യെശയ്യാവിൻ്റെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. വരുംകാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്തു പൂക്കുകയും
അങ്ങനെ ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും. വരുംകാലത്ത് യാക്കോബ് വേരൂന്നും ഇസ്രായേൽ തളിർത്തു പൂക്കുകയും അങ്ങനെ ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും. അത് ഇസ്രായേൽ മടങ്ങി വന്നതിന് ശേഷമുള്ള കാര്യമല്ലേ? ഇസ്രായേൽ മടങ്ങി വന്ന 1948 മെയ് 10 അവരുടെ പാർലമെൻറ്റ് കൂടുകയാണല്ലോ. ആദ്യത്തെ സെഷൻ പാർലമെൻറ്റ് കൂടുകയാണ്. ആ പാർലമെൻറ്റ് കൂടുമ്പോൾ അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം ഒരുമിച്ച് കൂടി ആദ്യത്തെ സെഷൻ മീറ്റിങ്ങിന് വേണ്ടി ഇരിക്കുമ്പോൾ അവരുടെ ടേബിളിൽ വെക്കാൻ ഒരു ഫ്ലവർ വേസ് പോലും ഇല്ലായിരുന്നു. അത് ഹോളണ്ടിൽ നിന്നാണ് അന്ന് ഒരു ഫ്ലവർ വേസ് കൊണ്ടുവന്നത്. പൂ കൊണ്ടുവന്നത് എവിടെന്നാ? ഹോളണ്ടിൽ നിന്ന്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൂ കയറ്റുമതി ചെയ്യുന്ന 1-ാം നമ്പർ രാജ്യം ഇസ്രായേലാണ്. ഈ മരുഭൂമിയിലാണ് ഈ പൂവൊക്കെ കൃഷി ചെയ്യുന്നത്. കൃഷിയുടെ കാര്യത്തിൽ ചരിത്ര വിപ്ലവമല്ലേ അവരുണ്ടാക്കിയത്? ചരിത്രപരമായ വിപ്ലവം. അതുപോലെ ഒരു വിപ്ലവം ആരാ ഉണ്ടാക്കിയത്? അവരുടെ കൃഷിരീതികൾ ലോകം മുഴുവനും സ്വീകരിക്കുകയല്ലേ? ലോകം മുഴുവനും അവരുടെ കൃഷിരീതികൾ സ്വീകരിക്കുകയാണ്. അവരുടെ അഡ്വൈസുകൾ വാങ്ങുകയാണ്. അവരുടെ അഡ്വൈസുകൾ. ഈ ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ നമ്മുടെ നാട്ടിൽ എവിടെ നിന്ന് വന്നതാ? ഈ വക കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് വന്നതാ? അതെല്ലാം നമുക്കറിയാം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അടുത്ത വാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 31-ാം വാക്യം. ആദ്യം 31-ാം വാക്യത്തിൽ കാണുന്നത്, യഹൂദാഗ്രഹത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. 32-ാം വാക്യത്തിൽ പറയുന്നത്, ഒരു ശേഷിപ്പ് യെരുശലേമിൽ നിന്നും ഒരു രക്ഷിതഗണം സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടു വരും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ അനുഷ്ഠിക്കും. എവിടെ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്? യെരുശലേമിൽ നിന്ന്, സിയോൻ പർവ്വതത്തിൽ നിന്ന്. ഇപ്പോൾ യെരുശലേം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? കിഴക്കൻ ജെറുസലേം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ബാക്കി കുറേ ഭാഗങ്ങളൊക്കെ ജോർദാൻ്റെ കയ്യിലും പലസ്തീൻ അതോറിറ്റിയുടെ കയ്യിലൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ആ യെരുശലേം പൂർണ്ണമായും അവർ വീണ്ടെടുക്കും. കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തീകരണങ്ങൾ നടക്കണം. മനുഷ്യന്മാരെ എത്ര മല്ല് പിടിച്ചാലും എത്ര മസിൽ പിടിച്ചെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തുരക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. യെരുശലേമുമായി ബന്ധപ്പെട്ട അധിക കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതൊരു പ്രധാന ടോപ്പിക്കാണ്. അത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പറയാനായിട്ട് ഉത്സാഹിക്കാം. സന്ദർഭവശാൽ ഞാൻ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ വായിച്ച വാക്യത്തിൻ്റെ പ്രത്യേകത എന്താ? യഹൂദാഗ്രഹത്തിൽ രക്ഷിക്കപ്പെട്ടൊരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. എവിടെയാ? ഒരു ശേഷിപ്പ് യെരുശലേമിൽ നിന്നും ഒരു രക്ഷിതഗണം സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടു വരും. അപ്പോൾ ആ സ്ഥലത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്തെന്ന് മനസ്സിലാക്കുക. തൻ്റെ ജനത്തെ മടക്കി വരുത്തിയിരിക്കുകയാണ്. മടക്കി വരുത്തി ആ ദേശത്താണ് അവർ വേരൂന്നേണ്ടത്. അവിടെയാണ് അവർ പാർക്കേണ്ടത്. യെരുശലേമിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാക്യത്തിലൂടെ പറഞ്ഞു. യെരുശലേം ഇസ്രായേലിൻ്റെ എറ്റേണൽ ക്യാപിറ്റലാണ്, നിത്യ തലസ്ഥാനമാണ്. അത് ആർക്കും മാറ്റാൻ കഴിയില്ല. അത് മഹാരാജാവിൻ്റെ നഗരമാണ്. ആ യെരുശലേമിലാണ് യേശുക്രിസ്തു തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം വെക്കാൻ പോകുന്നത്. അങ്ങനെ യെരുശലേമിന് വലിയ പ്രാധാന്യമാണുള്ളത്, വലിയ പ്രാധാന്യം. അടുത്ത യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവിടെ വായിക്കുന്നത്, ഞാൻ യാക്കോബിൽ നിന്നൊരു സന്തതിയെയും യഹൂദയിൽ നിന്ന് എൻ്റെ പർവ്വതങ്ങൾക്ക് ഒരു അവകാശിയെ ഉത്ഭവിപ്പിക്കും. എൻ്റെ വ്രതന്മാർ അതിനെ കൈവശമാക്കുകയും എൻ്റെ ദാസന്മാർ അവിടെ വസിക്കുകയും ചെയ്യും. ഞാൻ യാക്കോബിൽ നിന്ന് ഒരു സന്തതിയെയും യഹൂദയിൽ നിന്ന് എൻ്റെ പർവ്വതങ്ങൾക്ക് ഒരു അവകാശിയെയും ഉത്ഭവിപ്പിക്കും. എൻ്റെ വ്രതന്മാർ അതിനെ കൈവശമാക്കുകയും എൻ്റെ ദാസന്മാർ അവിടെ വസിക്കുകയും ചെയ്യും. എൻ്റെ വ്രതന്മാരെന്ന് ഇവിടെ പറയുന്നത് ഇസ്രായേലിനെയാണ്. പുതിയ നിയമത്തിൽ എൻ്റെ വ്രതന്മാരെന്ന് പറയുന്നത് സഭയാണ്. ഇവിടെ ഈ പറയുന്ന കാര്യത്തിൽ ഇസ്രായേലിനെയാണ് കാണിക്കുന്നത്. അവരെന്ത് ചെയ്യുന്ന വായിക്കുന്നത്? അവർ ഇസ്രായേൽ പർവ്വതങ്ങൾക്ക് അവകാശിയായി തീരും. എൻ്റെ വ്രതന്മാർ ഇസ്രായേൽ പർവ്വതത്തിൻ്റെ അവകാശികളായി തീരുമെന്നാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറയുന്നത്. അടുത്തൊരു വാക്യം 66-ന്റെ 22. യെശയ്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകം അവസാനിക്കുകയാണ്. 66-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ കാണുന്ന ഭൂമിയും ഈ കാണുന്ന ആകാശവും മാറി പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും വരുമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ആ പുതിയ ഭൂമിയും പുതിയ ആകാശവും നിലനിൽക്കുമെങ്കിൽ ഇസ്രായേലും നിലനിൽക്കും. അവരുടെ പേര് മായ്ച്ചു കളയാൻ കഴിയില്ല.
ആ നാമം ശാശ്വതമായ നാമമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രഭുവല്ലേ. ആ നാമം ഒരിക്കലും ആർക്കും മായ്ച്ചു കളയാൻ കഴിയില്ല. അവരെ മടക്കി വരുത്തും. ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ആത്മീയ വശങ്ങളുണ്ട്. ആ ആത്മീയ വശങ്ങളിലേക്കൊന്നും ഞാൻ അധികം പോകുന്നില്ല. കാരണം ഇത് സാധാരണക്കാരായ രണ്ടുപേരിരുന്ന് സംസാരിച്ച സംഭാഷണമാണല്ലോ. ശ്രീമതി സുനിതയും ശ്രീമാൻ മെത്രാനും. മെത്രാൻ സാധാരണക്കാരനല്ല, അപ്പോൾ അങ്ങനെ കൂട്ടാൻ പറ്റുമോ? എങ്കിലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവർ ചുമ്മാ സാധാരണക്കാരെ പോലെ സംസാരിച്ചതാണല്ലോ. ഇത്രമാത്രം ഡേറ്റാസ് ഉള്ളപ്പോൾ ഈ ഡേറ്റ ഒന്നും മെത്രാൻ്റെ കയ്യിൽ ഇല്ലാതെ പോയി. ഡേറ്റ ഇല്ലാത്ത മെത്രാൻ ചുമ്മാ പുളുവടിക്കുക എന്ന് പറയും നാടൻ ഭാഷയിൽ. അങ്ങനെ എന്തൊക്കെയോ ആ പാവം പെങ്കൊച്ചിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കാര്യങ്ങൾ ആധികാരികമല്ലാതെ പോയി. ഞങ്ങൾ വിത്ത് റഫറൻസ് ആധികാരികമായിട്ടാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ വാസ്തവങ്ങൾ. ഇനി ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, അത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. അതായത് ഇസ്രായേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടമാകുന്നു. 17-ാം വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാ? ഇസ്രായേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടമാകുന്നു, സിംഹങ്ങൾ അതിനെ ഓടിച്ചു കളഞ്ഞു. ആ സിംഹങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആവർത്തനം 28-ാം അധ്യായത്തിലുണ്ട്. സിംഹങ്ങൾ ഓടിച്ചു കളഞ്ഞു. ആദ്യം വന്ന സിംഹം ഏതാ? അശൂർ എന്ന് പറയുന്ന സിംഹം. നോർത്തേൺ കിങ്ഡം അഥവാ ഇസ്രായേലിനെ അശൂറിലേക്ക് പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് സദേൺ കിങ്ഡം അഥവാ യഹൂദയെ ബാബിലോൺ വന്ന് പിടിച്ചുകൊണ്ട് പോയി. 2 സിംഹങ്ങൾ വന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ അവരെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയി. 19-ാം വാക്യമാണ് സീരിയസ് ആയ വാക്യം. പിന്നെ ഞാൻ ഇസ്രായേലിനെ അവരുടെ മേച്ചിൽപ്പുറത്തേക്ക് മടക്കി വരുത്തും. ഇസ്രായേലിനെ ഞാൻ അവരുടെ മേച്ചിൽപ്പുറത്തേക്ക് മടക്കി വരുത്തും. അവർ കർമ്മേലിലും ബാശാനിലും മേഞ്ഞുകൊണ്ടിരിക്കും. സഹോദരി സുനിത, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ മാപ്പ് കിട്ടും. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് മാപ്പൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ കർമ്മേൽ എവിടെയാണ്, ബാശാൻ എവിടെയാണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊള്ളുക. ഞാൻ ആദ്യം പറഞ്ഞു ഇസ്രായേൽ പർവ്വതം, ശമരിയ പർവ്വതം. ഇസ്രായേൽ പർവ്വതത്തിൻ്റെ ഭാഗങ്ങൾ എവിടെയെല്ലാമാണെന്നൊന്ന് ചെക്ക് ചെയ്യുക. എല്ലാം ചെക്ക് ചെയ്താൽ പിന്നെ ആശ്വാസവും മേലാലൊരു വീഡിയോയും ചെയ്യാത്ത രീതിയിൽ കണ്ണ് തുറന്നു കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്താ വായിച്ചത്? പിന്നെ ഞാൻ ഇസ്രായേലിനെ അവൻ്റെ മേച്ചിൽപ്പുറത്തേക്ക് മടക്കി വരുത്തും. അവൻ കർമ്മേലിലും ബാശാനിലും മേഞ്ഞുകൊണ്ടിരിക്കും. എഫ്രൈം മലനാട്ടിലും ഗിലെയാദിലും മേഞ്ഞ് അവന് തൃപ്തി വരും. എൻ്റെ ദൈവമേ, എഫ്രൈം മലനാട് എന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായും വെസ്റ്റ് ബാങ്കാണ്. എഫ്രൈം മലനാട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും വെസ്റ്റ് ബാങ്കാണ്. അതുപോലെ ഗിലെയാദ് എന്ന് പറഞ്ഞാൽ യോർദാനും കടന്ന് ഇന്നത്തെ യോർദാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകേണ്ടി വരും. അതിലെ ചില മേഖലകൾ അതൊക്കെയാണ് ഗിലെയാദ് ദേശം. അപ്പോൾ അവിടെയൊക്കെ അവരെന്ത് ചെയ്യും? മേഞ്ഞ് അവന് തൃപ്തി വരുമെന്ന്. അങ്ങനെയാണ് വായിക്കുന്നത്. ഇനി വളരെ സീരിയസ് ആയ ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ വരുന്നത്. യെസക്കിയേൽ 35-ാം അധ്യായം. ആ 35-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സെയീർ പർവ്വതത്തിന് നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ച് അതിനോട് പറയേണ്ടത്. അപ്പോൾ സെയീർ പർവ്വതത്തോട് പ്രവചിക്കാൻ യെസക്കിയേലിനോട് പറയുകയാണ്. സെയീർ പർവ്വതം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജോർദാൻ, ആ രാജ്യത്തിൻ്റെ ഭാഗങ്ങളാണ് സെയീർ പർവ്വതം. അതിൻ്റെ ഭാഗങ്ങളാണ്. അതങ്ങനെ താഴേക്ക് വന്ന് സൗദി അറേബ്യയുടെ ബോർഡർ വരെ വരുന്ന ആ ഭാഗങ്ങളൊക്കെ. ഈ സെയീർ പർവ്വതത്തെക്കുറിച്ച് നമ്മൾ ആവർത്തന പുസ്തകത്തിൽ നിന്ന് കണ്ടത്, അത് ഇസഹാക്കിൻ്റെ മൂത്ത പുത്രനായ യേശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശമാണ്. യേശാവിന് അവകാശമായി ലഭിച്ചിരിക്കുന്ന ദേശമാണ് സെയീർ പർവ്വതം. ആ സെയീർ പർവ്വത നിവാസികളോട് മുഖം തിരിച്ച് പ്രവചിക്കാൻ പറയുകയാണ്. എന്താ പ്രവചിക്കുന്നത്? യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സെയീർ പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സെയീർ പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഇന്ന് പലസ്തീനികൾ എന്ന നിലയിൽ നമ്മൾ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം പേരും ഈ സെയീർ പർവ്വത നിവാസികളാണ്. അവരോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. അതിന് കാരണമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇസ്രായേലിനോട് യഹോവയായ ദൈവം വിരോധമായിരുന്നെന്ന് നമ്മൾ വായിച്ചു. പക്ഷെ പിന്നത്തേതിൽ അവർക്ക് അനുകൂലമായി തീർന്നു. ഇപ്പോൾ അവർക്ക് അനുകൂലമായ കാലമാണ്. എന്നാൽ സെയീർ പർവ്വത നിവാസികൾക്ക് ഇപ്പോൾ യഹോവയായ ദൈവം വിരോധിയായിരിക്കുന്നു. എങ്ങനെയാ അതിൻ്റെ കാരണം? ഞാൻ നിൻ്റെ നേരെ കൈ നീട്ടി നിന്നെ പാഴും ശൂന്യവുമാക്കും. നിന്നെ ഞാൻ പാഴും ശൂന്യമാക്കുമെന്ന്. ഞാൻ നിൻ്റെ പട്ടണങ്ങളെ ശൂന്യമാക്കും. നീ പാഴായിത്തീരും. ഞാൻ യഹോവയെന്ന് നീ അറിയും. നീ നിത്യവൈരം ഭാവിച്ചു. ഇസ്രായേൽ മക്കളുടെ അന്ത്യാകൃത കാലമായ അവരുടെ ആപത്തുകാലത്ത് അവരെ വാളിന് ഏൽപ്പിച്ചുവല്ലോ. അതായത് ഇസ്രായേലിനോട് ദോഷമായി പെരുമാറിയവർ, ഇസ്രായേൽ മടങ്ങി വന്ന സമയത്തൊക്കെ ഇവർ വാളുമായിട്ടാണ് ചെന്നത്. എല്ലാവരും ഇസ്രായേലിനെ ഒരു ജാതി എന്ന നിലയിൽ നിലനിൽക്കാതെ മുടിച്ചു കളയാനായിട്ട് അവർ മാക്സിമം ഉത്സാഹിച്ചു.
ഇനി അതിൻ്റെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെ പരിശോധിക്കുക, മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, യഹോവ അവിടെ ഉണ്ടായിരിക്കെ ഈ ജാതി രണ്ടും ഈ ദേശം രണ്ടും എനിക്കുള്ളവയാകും, ഞങ്ങൾ അതിനെ കൈവശമാക്കും എന്ന് നീ പറഞ്ഞതുകൊണ്ട്. ഇനി 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സെയീർ പർവ്വത നിവാസികൾ പറയാണ്, യഹോവ അവിടെ ഉണ്ടായിരിക്കെ ഈ ജാതി രണ്ടും ഈ ദേശം രണ്ടും എനിക്കുള്ളതാകും എന്ന് സെയീർ പർവ്വത നിവാസികൾ പറയുകയാണ്. അതായത് യഹൂദ ദേശവും ഇസ്രായേൽ ദേശവും, വടക്കേ ദേശവും തെക്കേ ദേശവും, ഇത് രണ്ടും എനിക്കുള്ളതാകും. ഇവർ പോയി കഴിയുമ്പോൾ ഈ ദേശം എൻ്റേതാകും, ഞാൻ എൻ്റേതാക്കുമെന്ന് സെയീർ പർവ്വത നിവാസികൾ അന്ന് പറയുകയാണ്. ആ പറയുന്ന കാര്യമാണ് 10-ാം വാക്യത്തിൽ കണ്ടത്. അതിൻ്റെ തുടർച്ചയെന്നോണം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, നീ അവരോട് നിന്റെ ദോഷം ഹേതുവായി കാണിച്ചിരിക്കുന്ന കോപത്തിനും അസൂയയ്ക്കും ഒത്തവണ്ണം ഞാനും പ്രവർത്തിക്കും. അതായത് ഇസ്രായേൽ ജനത്തോട് ഈ സെയീർ പർവ്വത നിവാസികൾ കാണിച്ച കോപത്തിനും അസൂയയ്ക്കും. ഇന്ന് ഈ ലോകം മുഴുവനും കാട്ടിക്കൂട്ടുന്ന ഈ കാര്യങ്ങളെല്ലാം അസൂയയിൽ നിന്ന് ഉടലെടുത്താണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഈ ഭൂമിയിൽ സകല മനുഷ്യർക്കും താമസിക്കാനുള്ള സ്പേസ് ഉണ്ട്. വെറുതെ കിടന്ന് മല്ല് പിടിക്കുക, അവിടെ കിടന്ന് വെറുതെ മല്ല് പിടിക്കുക. അതിന് ഓരോരുത്തരും ഉദാഹരണമായിട്ട് വരുന്നത് ഇന്ത്യയും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ടാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇന്ത്യയും ഈ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും പ്രവാചകനോ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? ചരിത്രത്തിൽ വല്ലതും അങ്ങനെ വല്ലതും സംഭവം ഉണ്ടോ? ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ നമ്മുടെ ദേശത്ത് വന്ന് നമ്മളെ ഭരിക്കാൻ ആരംഭിച്ചു. അതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന രാജാക്കന്മാരാണ്. അവരാണ് ബ്രിട്ടീഷുകാരെ ക്ഷണിച്ചുകൊണ്ട് വന്ന് തമ്മിലടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആ സംഭവം. അതും ഇതുമായിട്ട് എങ്ങനെയാണ് കൂട്ടിക്കുഴയ്ക്കുന്നത്? ഇതിവിടെ നൂറ്റാണ്ടുകളായി വസിച്ചുകൊണ്ടിരുന്ന ഒരു ജനവർഗം ഇസ്രായേൽ, അവരവിടെ നിന്ന് ചിതറിപ്പോകാനുള്ള കാരണം അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവരെ ചിതറിച്ചത് ആരാണെന്ന് പുസ്തകത്തിലുണ്ട്. ചിതറിച്ചവൻ തന്നെ അവരെ മടക്കി വരുത്തും. ചിതറിച്ചവൻ തന്നെ അവരെ മടക്കി വരുത്തും. തടുക്കാമെങ്കിൽ തടുക്കുന്നേ. ആഹാ, തടുക്കാമെങ്കിൽ നിങ്ങൾ തടുക്കാമായിരുന്നെങ്കിൽ 1948 നിങ്ങൾക്ക് തടുക്കാമായിരുന്നല്ലോ. അന്ന് എന്താ തടുക്കാഞ്ഞത്? തടുക്കാൻ സാധിച്ചോ? 48 ഒരു യുദ്ധം ഉണ്ടായില്ലേ? ആ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു? ഇസ്രായേൽ ജയിച്ചു. 56 നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തില്ലേ? ആ യുദ്ധത്തിലും അവർ ജയിച്ചു. 67 വിശ്വവിഖ്യാതമായ 6 Day War, ആ യുദ്ധത്തിലും ഇസ്രായേൽ ജയിച്ചു. ഈ പറഞ്ഞ യുദ്ധങ്ങളിലെല്ലാം ഈ പറയപ്പെട്ട ആളുകൾ അങ്ങോട്ട് ചെന്ന് അവിടെയുള്ള അറബികളും ചുറ്റുപാടുമുള്ള രാജ്യക്കാരും അവരോട് യുദ്ധം ചെയ്യുകയായിരുന്നു. 5 രാജ്യങ്ങൾ ഒരുമിച്ചൊക്കെയല്ലേ ഒരു കൊച്ചു രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ ചെല്ലുന്നത്? ഒരു തോക്കും പീരങ്കി പോലും കയ്യിലില്ല. അങ്ങനെയുള്ള ആളുകളോടാണ് യുദ്ധം ചെയ്യാൻ ചെന്നത്. സഹോദരി സുനിതയൊക്കെ നമ്മുടെ ഈ പ്രഭാഷണം ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ അന്ധമായ ഇസ്രായേൽ സ്നേഹം കൊണ്ട് പറയുന്നതായിട്ട് അവർക്ക് തോന്നുള്ളൂ. ഒരു അന്ധമായ ഇസ്രായേൽ സ്നേഹമില്ല. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവഴുത്തിൻ്റെ നിസ്തുല്യത തിരിച്ചറിഞ്ഞുകൊണ്ട് മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെയെല്ലാം ഒരു കലണ്ടർ നോക്കുമ്പോൾ നമ്മൾ മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് എന്നിങ്ങനെ മറിച്ച് നോക്കി കാണുന്ന പോലെയാണ് ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ഓരോ താളുകളും മറിക്കുമ്പോൾ മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വരികയാണ്. അത് ഇസ്രായേലുമായി കണക്റ്റഡ് ആണ് പല കാര്യങ്ങളും. അതുകൊണ്ടാണ് ഈ പ്രവാചക പുസ്തകത്തിൽ നിന്ന് ഇതിനു മാത്രം സംസാരിച്ചത്. നോക്കുക, ഈ പറയപ്പെടുന്ന സെയീർ പർവ്വത നിവാസികൾ അഥവാ ഇന്നത്തെ സോക്കോൾഡ് പലസ്തീനികൾ, അവർക്ക് ഇസ്രായേലിനോട് അസൂയയും കോപവും വന്നു. അതിന് തക്കവണ്ണം ഞാനും നിന്നോട് തിരിച്ചു പ്രവർത്തിക്കുമെന്ന്. ഞാൻ നിനക്ക് ന്യായം വിധിക്കുമ്പോൾ ഞാൻ അവരുടെ ഇടയിൽ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. 12-ാം വാക്യം, ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു. ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു, അവ ഞങ്ങൾക്ക് ഇരയായി നൽകപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ അവയെക്കുറിച്ച് നീ പറഞ്ഞിരിക്കുന്ന ദൂഷണങ്ങളെയൊക്കെയും യഹോവയെ ഞാൻ കേട്ടിരിക്കുന്നു എന്ന് നീ അറിയും. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വാക്യമാണ്. ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു, അവ ഞങ്ങൾക്ക് ഇരയായി നൽകപ്പെട്ടിരിക്കുന്നു. ഇതാരാ പറയുന്നത്? സെയീർ പർവ്വത നിവാസികളാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് ഇന്നത്തെ മോഡേൺ പലസ്തീനികൾ. അവർ പറയാണ് ഇസ്രായേലൊക്കെ അവിടെ നിന്ന് പോയി, അതെല്ലാം ശൂന്യമായി കിടക്കുക, ഇനി ആ ദേശം നമുക്ക് കൈവശമാക്കാം, അത് നമ്മുടേതാക്കി മാറ്റാം, അവ ഞങ്ങൾക്ക് ഇരയായി നൽകപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ അവയെക്കുറിച്ച് നീ പറഞ്ഞിരിക്കുന്ന ദൂഷണങ്ങളെയൊക്കെയും യഹോവയെ ഞാൻ കേട്ടിരിക്കുന്നു എന്ന് നീ അറിയും. നീ നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ സമൂഹത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സൃഷ്ടാവായ ദൈവം അറിയുന്നു. ദൈവം തൻ്റെ ജനത്തെ അവരുടെ അകൃത്യ നിമിത്തം അവരെ ആ ദേശത്തു നിന്ന് പറഞ്ഞയച്ചു. അത് എന്നേക്കുമായി പറഞ്ഞയച്ചതല്ല, ശാശ്വതമായി പറഞ്ഞയച്ചതല്ല. ഒരിക്കൽ അവരെ മടക്കി വരുത്തും, ചിതറിച്ചവൻ അവരെ മടക്കി വരുത്തും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുക. കോഴിക്കോട് കടപ്പുറത്ത് സമ്മേളനം നടത്തിയതുകൊണ്ടും പിണറായി വിജയനും മിലിത്തിയോസും ശ്രീമാൻ ഗോവിന്ദനും അങ്ങനെ കുറേ ആളുകൾ കടപ്പുറത്ത് നിന്ന് ബഹളം വെച്ചതുകൊണ്ട് കാര്യമായോ? ഇതൊക്കെ തിരുത്തേണ്ടി വരും.
ആരെ കൊണ്ട് പറ്റും തിരുത്താൻ? തിരുത്താൻ പറ്റുന്നവർ തിരുത്തുക. ഇപ്പോൾ ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലം കുപ്പക്കുന്നായി കിടക്കുന്നത് കണ്ടില്ലേ? അവിടെ ഇവരെല്ലാം കൂടെ സമാധാനത്തിൽ സഹവർത്തിക്കാമായിരുന്നല്ലോ. ഇസ്രായേൽ മടങ്ങി വന്നതിന് ശേഷം UN-ഉം അതുപോലെയുള്ള പ്രധാന രാജ്യങ്ങളൊക്കെയും കൂടെ ഒരുമിച്ച് കൂടിയിരുന്നല്ലേ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പങ്ക് ജോർദാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കി കൊടുത്തു. ജോർദാൻ എന്ന് പറയുന്ന രാജ്യം പലസ്തീനികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ രാജ്യം ജോർദാനാണ്. സകല അറബികളും അവിടെ പാർക്കണം. ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേലിന് അവകാശമായ സ്ഥലമാണ്. നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കാതെയല്ലേ 60-40 ഒക്കെ ആയിട്ട് മുറിക്കാൻ പോയത്. ഈ 60-40 ഒക്കെ ആയിട്ട് മുറിക്കുന്നതിന് മുമ്പ് UN-ഓ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇത് വായിച്ച് നോക്കിയിട്ട് വേണമായിരുന്നു മുറിക്കാൻ. അല്ലാതെ മുറിക്കാൻ പോയതല്ലേ അബദ്ധം പറ്റിയത്. അവിടെ വളരെ കൃത്യമായിട്ട് കാര്യം ചെയ്തു. സെയ്ർ പർവ്വതം ജോർദാനികൾക്ക്, അതായത് പലസ്തീനികളെല്ലാം ഉൾക്കൊള്ളുന്നവർക്ക് കൊടുത്തു. അപ്പോൾ വലിയ പങ്കല്ലേ. ഇസ്രായേലിൻ്റെ 2 ഇരട്ടിയുണ്ട് ജോർദാൻ. അത് കൊടുത്തു കഴിഞ്ഞു. പിന്നീടുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു പടവലങ്ങ പോലെയുള്ളത് അത് അവർക്കങ്ങ് കൊടുക്കുക. അവർക്ക് കൊടുത്തായിരുന്നെങ്കിൽ സമാധാനമായേനെ. അന്ന് പലസ്തീനികൾ ഈ 40-ലും ഇവർ 60-ലും അത് സമ്മതിച്ച് 2 രാജ്യങ്ങളായിട്ട് നമുക്ക് പോകാമെന്ന് കൈ കൊടുത്ത് സന്തോഷത്തോടെ പിരിയായിരുന്നെങ്കിൽ ലോകത്തിന് സമാധാനം ഉണ്ടായേനെ. അതിന് പകരം പലസ്തീനികൾ എന്താ ചെയ്തത്? ഞാൻ ഇസ്രായേലിൻ്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നതല്ല, അങ്ങനെ ആരും ധരിക്കണ്ട. ചരിത്രവും ചരിത്ര രേഖകളും വെച്ചിട്ടല്ലേ പറയുന്നത്. എല്ലാം സമ്മതിച്ചു കഴിഞ്ഞിട്ട് അവസാനം പിന്നിൽ നിന്ന് കത്തി കുത്തുന്ന പരിപാടിയാണ് അവർ ചെയ്തത്. 48-ൽ ഇസ്രായേലിനെതിരെ അവർ യുദ്ധം ചെയ്യുകയല്ലേ ചെയ്തത്. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇസ്രായേൽ രാഷ്ട്രത്തെ എന്നല്ലേ പറഞ്ഞത് അബ്ദുൽ നാസറും മറ്റവരും ഒക്കെ. ഞങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കുന്നില്ലെന്നാണ് ഈജിപ്ത് പറഞ്ഞത്. തൊട്ടു പുറകിൽ സിറിയ പറഞ്ഞു, ജോർദാൻ പറഞ്ഞു, സൗദി അറേബ്യ പറഞ്ഞു, ഇവരെല്ലാം പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന്. 2 രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ പരിപാടി ഒപ്പിക്കുന്നത്. പിന്നീട് ചുമ്മാ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് രാജ്യമില്ല, ഒന്നുമില്ല. എന്നിട്ട് ഇന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക ആളുകളെ. അന്ന് കാണിച്ച ബുദ്ധിമോശമാണ് ഇന്ന് ഈ സംഭവിച്ചിരിക്കുന്നത്. അന്നത്തെ ബുദ്ധിമോശത്തിൻ്റെ പിന്നിലുമൊക്കെ ദൈവവചനത്തിൻ്റെ നിവൃത്തീകരണമാണ്. 60-40 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെന്നേ. യോവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ തുടക്കം, ഞാൻ യഹൂദയുടെയും യെരുശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലങ്ങളിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനനിമിത്തം എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും. വാക്കുകളുടെ കാഠിന്യം ഭയങ്കരം. സുനിതയ്ക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുനിതയോ അല്ലെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോയോ മെത്രാനെയോ ഒക്കെ വിളിച്ചിട്ടും കാര്യമില്ല. ആരെ വിളിച്ചാലും ഇത് താങ്ങാൻ കഴിയില്ല. എൻ്റെ ജനനിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അതായത് എൻ്റെ ജനനിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും ഞാൻ അവരോട് വ്യവഹരിക്കുന്നു. ആരോടാ? എൻ്റെ ദേശത്തെ മുറിക്കാൻ കൂട്ടുനിന്നവരോട്. ബാക്കി എങ്ങനെയാണ് വായിക്കുന്നത്? അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ചു, എൻ്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ. എൻ്റെ ദേശത്തെ വിഭാഗിക്കുകയാണ്, വീണ്ടും വീണ്ടും വിഭാഗിക്കുകയാണ്. വിഭാഗിച്ച് ഒരു കഷ്ണം ജോർദാൻ കൊടുത്തു, പിന്നീടൊരു ഭാഗം പലസ്തീൻ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തു, പിന്നെ ഒരു ഇച്ചിരിയാണ് ഇവർക്ക് കിട്ടിയത്. പക്ഷെ പ്രവചനങ്ങൾ എങ്ങനെ നിറവേറും? നിങ്ങൾ പറ. ആരാണോ പ്രവചിക്കാൻ കൽപ്പിച്ചത് ആ കൽപ്പിച്ചവൻ തന്നെ അത് നിറവേറ്റും. നമ്മളാരും തോക്കും പീരങ്കിയായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്കതിനുള്ള പ്രമാണവുമില്ല. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയുള്ള പ്രമാണമൊന്നുമില്ല. നമ്മൾ ഗാലറിയിൽ നിന്ന് കളി കാണുന്നവരാണ്. കളി എങ്ങനെ അവസാനിക്കും നമുക്കറിയാം. എത്ര ഗോൾ അടിക്കും എന്നുള്ളത് അഡ്വാൻസ് ചെയ്ത് നമ്മൾ കണ്ടിരിക്കുകയാണ്. ഗോൾ എത്ര അടിക്കും എന്നുള്ളത് കളി തുടങ്ങുന്നതിന് മുമ്പേ നമുക്കറിയാം. അതാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യേകത. യഹൂദനേക്കാളും ടോപ്പിലാണ് ഒരു ക്രിസ്ത്യാനി. യഹൂദനേക്കാളും പ്രോട്ടോക്കോൾ അനുസരിച്ച് വളരെ ഉയരത്തിലല്ലേ ഒരു ക്രിസ്ത്യാനി ഇരിക്കുന്നത്. അവർ വലിയ വെളിപ്പാടുകളിൽ സഞ്ചരിക്കുന്ന സമൂഹമാണ്. ഒരു ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് വളരെ ഉയരത്തിലാണ്. അവൻ വെളിപ്പാടുകളിൽ സഞ്ചരിക്കുന്നവനാണ്. അവൻ ദൈവസാന്നിധ്യം വഹിക്കുന്നവനാണ്. ദൈവിക ആലോചനകളും പദ്ധതികളും അവൻ്റെ മുമ്പിലാണ് പരിശുദ്ധാത്മാവ് തുറന്നു കൊടുക്കുന്നത്. ആ തുറന്നു കിട്ടിയതിൻ്റെ പേരിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പിച്ചല്ലേ പറയുന്നത്? സെയ്ർ പർവ്വത നിവാസികളെ കേട്ടുകൊള്ളുക, നിങ്ങൾക്ക് ഇസ്രായേൽ പർവ്വതങ്ങളുടെ മേൽ ഒരവകാശവുമില്ല. താലകുത്തി നിന്നാൽ സ്ഥാപിക്കാൻ കഴിയില്ല. താലകുത്തി നിന്നാൽ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും സാധ്യമല്ലാത്ത കാര്യമാണ്. ഇനിയൊരു പലസ്തീൻ രാഷ്ട്രം ഒരിക്കലും സാധ്യമല്ല. ഞാൻ എൻ്റെ ആഗ്രഹമല്ല കേട്ടോ പറയുന്നത്. ഇനിയൊരു പലസ്തീൻ രാഷ്ട്രം ഒരിക്കലും സ്ഥാപിതമാകില്ല. അത് എൻ്റെ ചിന്തയല്ല പറയുന്നത്, ബൈബിളിൻ്റെ വചനങ്ങളെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്.
ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കാം, പുകഞ്ഞ് ആയുസ് പാഴാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? എൻ്റെ ദേശത്തെ അവർ വിഭാഗിച്ചു, എൻ്റെ ദേശത്തെ ചിതറിച്ചു കളഞ്ഞു, എൻ്റെ ദേശത്തെ ചിതറിച്ചു കളഞ്ഞു. ആമോസ് 9:14-15. അപ്പോൾ ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കും. മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. 14-ാം വാക്യം എങ്ങനെയാ? അപ്പോൾ ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. എന്നിട്ട് ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറയാണ്, ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. അവരുടെ ദേശത്ത് നടുമെന്ന്, വല്ലവരുടെ ദേശത്തല്ല. സഹോദരി സുനിതയെ മേലാൽ ഈ തട്ടിപ്പറിച്ചു എന്നുള്ള പദമൊന്നും ഉപയോഗിക്കാതിരിക്കുക. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നാണ് പറയുന്നത്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ആരെയും തട്ടിപ്പറിച്ചിട്ടൊന്നുമില്ല. സ്വർഗത്തിലെ ദൈവമാണ് അവർക്കത് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം ഗ്രാൻഡ് ചെയ്തിരിക്കുന്നു. ആർക്കിതെടുക്കാൻ കഴിയും? എങ്ങനെയാണ് വായിക്കുന്നത്? ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയുമില്ല എന്ന് നിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അവരെ ആ ദേശത്ത് നടും. ആ ദേശത്ത് ഇനി ആർക്കും അവരെ പറിച്ചു കളയാൻ കഴിയില്ല. ഇസ്രായേൽ പർവ്വതങ്ങൾ അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുകയാണ്. അതാണ് അതിൻ്റെ സത്യം. ഇസ്രായേൽ 1948 ഒരു രാഷ്ട്രമായി തീർന്നെന്ന് പറഞ്ഞല്ലോ. 48 അറബികൾ അവരോട് യുദ്ധം ചെയ്തു, പരാജയപ്പെട്ടു. പരാജയത്തിൻ്റെ കയ്പ് നീര് അവർ കുടിച്ചു. പിന്നത്തേതിൽ 56 യുദ്ധം ചെയ്ത് വലിയ കയ്പ് കുടിച്ചു. പിന്നീട് 67 യുദ്ധത്തിൽ അറബികൾ ശരിക്കും അപമാനിക്കപ്പെട്ടു പോയി. അവരെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ഇസ്രായേൽ. ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ റബ്ബിമാർ അവരുടെ സിനഗോഗുകളിലിരുന്ന് ആമോസിൻ്റെ പ്രവാചക പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 14-15 നിരന്തരം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. തുടർമാനമായി വായിക്കുന്നു, പിന്നെയും വായിക്കുന്നു. ഒരു ദിവസമോ 2 ദിവസമോ കണ്ടാണ് ഇത് വായിച്ചത്. ഒരാൾ മടുക്കുമ്പോൾ അടുത്ത ആൾ വായിക്കും. അങ്ങനെ ദേശം മുഴുവൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വചനത്തിലൂടെ ഉറപ്പിക്കുക എന്ന് പറയും. ഇതൊരു ക്രിസ്തീയ ഭാഷയാണ് കേട്ടോ. ഇതൊരു ക്രിസ്തീയ ഭാഷയാണ്. പുറമെ നിൽക്കുന്നവർക്ക് കേട്ടാൽ മനസ്സിലാകില്ല. ജീവനുള്ള ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്ന വചനങ്ങൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ കേൾക്കുകയാണ്. കേൾക്കുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു കത്തൽ വരും. ഓ, ഞങ്ങളുടെ പിതാക്കന്മാരോട് വാക്ക് പറഞ്ഞ ദൈവം, പൂർവന്മാർക്ക് വാക്ക് കൊടുത്ത ദൈവം, ആ വാക്ക് അല്ലെങ്കിൽ പൂർവന്മാരോട് വാഗ്ദത്തം ചെയ്ത ദൈവം തൻ്റെ വാഗ്ദത്ത വചനങ്ങളിലൂടെ സംസാരിക്കുകയാണ് അവരോട്. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയില്ല എന്ന് നിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഇനി ആർക്കും പറിച്ചു കളയാൻ കഴിയില്ല. ഇസ്രായേൽ അവിടെ വേരൂന്നിക്കഴിഞ്ഞു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ചെയ്യാൻ കഴിയുന്ന ഒരുവനുണ്ട്, അവരെ മടക്കി വരുത്തിയ ദൈവം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നത്തെ ചിന്തിക്കാം. അവരെ മടക്കി വരുത്തിയ ദൈവം തന്നെ അവരെ വീണ്ടും ശിക്ഷിപ്പാനുള്ള സമയം വരുന്നു. ശിക്ഷണ നടപടികൾ തീർന്നിട്ടില്ല. യാക്കോബിൻ്റെ കഷ്ടകാലം വരുന്നേ ഉള്ളൂ. അവരുടെ മഹാകഷ്ടകാലം വരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പ്രധാനമായും 3 പ്രവാചക പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. യെശയ്യാവിൻ്റെ പുസ്തകം, യിരെമ്യാവിൻ്റെ പുസ്തകം, യെസെക്കേലിൻ്റെ പുസ്തകം. അങ്ങനെ ഈ പുസ്തകങ്ങളിൽ നിന്നൊക്കെ പ്രവാചകന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ചു. പിന്നീട് ആമോസ് എന്ത് പറഞ്ഞു, അതുപോലെ യോവേൽ എന്ത് പറഞ്ഞു, വേറെയുണ്ട് പ്രവാചകങ്ങൾ. അതൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പം തന്നെ സമയം അധികരിച്ചു. ഈ പ്രവാചകന്മാരിലൂടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നമ്മൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയായിരുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ കാര്യപരിപാടികളും. ഇതിനോട് മറുതലിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ പോകുന്നില്ല. അതേസമയം ദൈവവചനത്തിന് മുമ്പാകെ, ദൈവവചനത്തിൻ്റെ ആ കൃത്യതയുടെ മുമ്പാകെ ഒരു അന്വേഷണ ബുദ്ധിയോടുകൂടി കൂടുതൽ അന്വേഷിക്കുമെങ്കിൽ കൂടുതൽ സത്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു ലഭിക്കും. ആ സത്യങ്ങളിലൂടെ നിങ്ങൾക്ക് യേശുക്രിസ്തു എന്ന മെശിഹായെ കണ്ടെത്താനായിട്ട് കഴിയും. ആ മെശിഹായിലൂടെ നിങ്ങളുടെ നിത്യത ഉറപ്പിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.